ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു സൗത്ത് കൊറിയൻ കോമഡി സോംബി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ മൈ ഡോട്ടർ ഈസ് എ സോംബി എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൂവി ആരും ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. അതേപോലെ തന്നെ ഈ മൂവി ഇതിനു മുന്നേ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടി കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ തമ്പനയിലിൽ കാണിച്ചതുപോലെ തന്നെയാണ് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ ഈ മൂവി കണ്ടു കഴിയുമ്പോഴത്തേക്കും. അതെന്താണെന്ന് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസ് എന്തായാലും കളയുന്നില്ല. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ ഒരു ലൈക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. കഥയുടെ തുടക്കത്തിലെ നായകനായിട്ടുള്ള ലീ ആണ് കാണിക്കുന്നത്. അവനിപ്പോൾ പട്ടണത്തിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങി തന്റെ വണ്ടിയിൽ തിരിച്ച് ഗ്രാമത്തിലുള്ള തന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണിത്. അതും ഒരു ദ്വീപിന് നടുവിലുള്ള ഒരു ഗ്രാമം. അവിടെയാണ് അവന്റെ വീട്. അങ്ങനെ കുറെ യാത്ര ചെയ്തിട്ട് അവസാനം അവന്റെ വീടിനടുത്തേക്ക് വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു പൂച്ച അകത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ഹേയ്, നീ ഇവിടെ തന്നെ ഉണ്ടോന്നും പറഞ്ഞിട്ട് ആ ഒരു പൂച്ചയെ കുറച്ചു നേരം തലോടി അത് കഴിഞ്ഞ് വാങ്ങിയ സാധനങ്ങളുമായിട്ട് നേരെ വീടിനകത്തേക്ക് കയറി പോവാണ്. ചെല്ലുമ്പോൾ തന്നെ നല്ല ഹാപ്പിയാണ്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ടിവിയിൽ ആരോ ന്യൂസ് ഇട്ടേക്കുന്നു. അതിൽ പറയുന്നത് കൊറിയയിൽ ബാധിച്ച ആ ഒരു സോംബി വൈറസ് പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തര അവസ്ഥ നീക്കിയേക്കും എന്ന് പറയുമ്പോൾ ലീ ആ ഡോറിൽ വന്ന് തട്ടിയിട്ട് ഞാൻ അകത്തേക്ക് വരട്ടെ എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നു. അപ്പോൾ റൂമിനകത്തൊരു പെൺകുട്ടി ഇരുന്നാണ് ഈ ന്യൂസ് കാണുന്നത്. അപ്പോഴും ടി വിയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 108 ദിവസത്തിനുള്ളിൽ വേറെ സോംബി വൈറസ് ബാധിച്ച ആരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈറസ് ഇല്ലാണ്ടായെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പക്ഷെ മരിച്ചവരും അവരുടെ കുടുംബങ്ങള് ഇവർക്കെല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ലീ വന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ തിരിഞ്ഞു നോക്ക്, ഞാൻ എന്താ വാങ്ങിക്കൊണ്ടുവന്നേ നോക്കുന്നു പറയുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്. ലീയുടെ മകളായിട്ടുള്ള ഒരു സോംബിയാണ്. അങ്ങനെ ലീ അവളെ കാണുന്നതും കണ്ണ് ചെറുതായിട്ട് അടച്ചിട്ട് നീ ഒന്നും കഴിച്ചില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അടുത്തേക്ക് ഇരുന്ന് കൊണ്ടുവന്ന ആ ഒരു ഫുഡ് കൊടുക്കാനായിട്ട് വരുമ്പോൾ അവളൊരു സോംബി ആയതുകൊണ്ട് തന്നെ ലീയെ കടിക്കാനായിട്ട് വരും. അപ്പോൾ അവൻ അവളുടെ തലയിലേക്ക് പിടിച്ചിട്ട് ഏയ് നിർത്ത് എന്നും പറഞ്ഞ് ഇപ്പോൾ നമ്മളോട് പറയാണ് അതെ എന്റെ മകളും ഒരു സോംബിയാണെന്ന് പറയുന്നത്. ഇവിടെയാണ് ഈ മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് മൈ ഡോട്ടർ ഈസ് എ സോംബി. ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു ന്യൂസിൽ കൊറിയയിലെ സോംബികളെല്ലാം ഇല്ലാണ്ടായി, രോഗം ബാധിച്ചവരാരും ഇപ്പോ കൊറിയയിൽ ഇല്ലാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ലീയുടെ മകൾ മാത്രം എങ്ങനെയാണ് ഈ സോംബിയായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്? അവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ലീ ഒരു സൂയിലെ ടൈഗർ ട്രെയിനറാണ്. അവരുടെ സൂയിലേക്ക് വന്ന ഒരു ഭീകരനായിട്ടുള്ള ടൈഗറിനെ അതിനെ മെരുക്കിയെടുത്ത് വളരെ ഇണക്കമുള്ളൊരു ടൈഗറായിട്ട് മാറ്റി. എന്നിട്ട് താൻ എപ്പോഴും ടൈഗറിനെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു വീഡിയോ, തന്റെ ടൈഗർ എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നെല്ലാം കാണിക്കാൻ വേണ്ടി അവൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എല്ലാം എടുത്ത് റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിലെല്ലാം അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് ലീയുടെ മകളായിട്ടുള്ള ആണ്. അവളിപ്പോ സ്കൂളിൽ പഠിക്കുകയാണ്. അതുമല്ല ഇപ്പൊ തന്റെ സ്കൂളിൽ എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡാൻസ് അവൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഏത് സമയവും അവൾക്ക് ആ ഒരു ഡാൻസ് പ്രാക്ടീസിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കാണ് ലീ അകത്തേക്ക് കയറി വന്നിട്ട് ഹേയ് സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ 3 കാര്യം എപ്പോഴും ഓർക്കുന്നുണ്ടോ? എന്ത്? നല്ല ശ്രദ്ധയായിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ലീയെ നോക്കിയിട്ട് അച്ഛാ ദേ അവിടേക്ക് നോക്ക്, ഞാൻ എഴുതി വെച്ചത് കണ്ടോ, അനുവാദം കൂടാതെ റൂമിനകത്തേക്ക് കയറരുതെന്ന് എന്നും പറഞ്ഞ് ലീയെ തള്ളി പുറത്തേക്കാകുന്നു. അപ്പൊ ആ മ്യൂസിക് കേൾക്കുമ്പോഴത്തേക്കാണ് ലീ പെട്ടെന്ന് ഏയ് ഇതാണോ നീ ഡാൻസിൽ കളിക്കാൻ പോകുന്നത്? ഈ മ്യൂസിക്കിനാണോ നീ കളിക്കാൻ പോകുന്നത്? പിന്നെ അച്ഛനെ പറ്റി നിനക്ക് അറിയാലെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും അല്ല അച്ഛൻ നല്ല നൃത്തകനാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തു പറ്റി, എന്തിനാ അത് വിട്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വിട്ടതല്ല മോളെ, അതിപ്പോഴും അച്ഛന്റെ മനസ്സിൽ തന്നെയുണ്ട്, ദേ നോക്കെന്നും പറഞ്ഞ് ലീ അവൾക്ക് ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കാണ്. അത് കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇല്ല വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് ലീയെ തള്ളി വെളിയിലേക്കാകുന്നു. എന്നിട്ട് ഡോർ അടയ്ക്കും. അപ്പോൾ ലീ നേരെ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ആരും TV കണ്ടോണ്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, ഇവരുടെ ആ ഒരു പൂച്ച ഉണ്ടല്ലോ അതാണ്. അത് പൂച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ആ പൂച്ച ഇരുന്ന് കാണുന്നത്. അങ്ങനെ പൂച്ച വേറൊരു പൂച്ചയെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ചാനൽ മാറുന്നു. ന്യൂസിലെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം വേറൊന്നുമല്ല, ഏതോ ഒരു വൈറസ് കാരണം മനുഷ്യരെല്ലാം രോഗികളായിട്ട് മാറിയിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷെ ഇതുവരെ നമ്മുടെ ലീ ഇത് കണ്ടിട്ടില്ല. അങ്ങനെ റൂമിൽ കാണിക്കുമ്പോഴാണ് സൂവിന്റെ 15ാമത്തെ ജന്മദിനമാണെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ മുത്തശ്ശി ഉണ്ടല്ലോ ലീയുടെ അമ്മ, അവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ആ ഒരു കേക്ക് മുറിക്കുന്നതിന് മുന്നേ അവളെ ബർത്ത്ഡേ വിഷസ് എല്ലാം ചെയ്യുന്നു. അങ്ങനെ പാട്ടെല്ലാം പാടിയിട്ട് ഇവര് കേക്ക് മുറിക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു മുത്തശ്ശിയോട് ചോദിക്കും അമ്മ നിങ്ങളിപ്പോ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ സുഹൃത്തുക്കളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കാരണം അവരുടെ ഗ്രാമത്തില് തന്റെ സുഹൃത്തുക്കളായിട്ട് ആ മുത്തശ്ശി ഇരുന്ന് മദ്യപിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശിയെ വിളിച്ചു കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഇരിക്കുമ്പോൾ ലീയോട് ചോദിക്കും അച്ഛാ എന്റെ സമ്മാനം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്ത് സമ്മാനം അച്ഛൻ അറിയത്തില്ലേ? ഇല്ല എനിക്ക് ഓർമ്മയില്ല, നമ്മൾ കുട്ടികളായിരുന്നപ്പോഴത്തേക്കും ആ ഒരു പാർക്കിൽ പോയിട്ട് വാങ്ങിച്ച കാര്യം ഓർമ്മയില്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നതും അവള് പുറകിലേക്ക് വന്നിട്ട് ഓർമ്മയില്ലേ എന്നെല്ലാം ചോദിച്ച് അവൻ പറയും ദേ ആ സോഫയുടെ പുറകിലിരിപ്പുണ്ട്,
അങ്ങനെ ലീ ഓടി വന്നിട്ട് ആ ഒരു സോഫയുടെ അടിയിൽ നിന്നും ആ സമ്മാനം എടുത്ത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു ഹെഡ്സെറ്റ് ഉണ്ട്. അങ്ങനെ അതെല്ലാം എടുത്ത് അവൾ വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ. അവൾ എഴുന്നേറ്റ് നോക്കുന്നതും പെട്ടെന്ന് അച്ഛ ഇവിടേക്കൊന്ന് വന്നേന്ന് ഇങ്ങനെ പറയുമ്പോൾ ലീ ഓടി അവിടേക്ക് വരും. വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അടുത്ത വീട്ടിലെ ഭാര്യയും ഭർത്താവും വെളിയിൽ കിടന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. അവർ അടി കൂടുന്നുണ്ട്, അതും ഒരു പ്രത്യേക രീതിയിൽ ശരീരത്തിലെല്ലാം പിടിച്ചിട്ട്. അപ്പോൾ ലീ ഇത് കണ്ടിട്ട് ഇങ്ങനെയാണ് അവർ വഴക്കുണ്ടാക്കുന്നത് എന്നും പറഞ്ഞ് പിടിച്ച് അവസാനം രണ്ടുപേരും ചുമരിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും നമ്മുടെ സൂപതിയെ അത് വീഡിയോ എടുക്കാണ്. എന്നിട്ട് അവരെ കാണിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ഇപ്പോൾ കാല് പൊക്കി ചുമരിലേക്ക് വെക്കുമ്പോഴത്തേക്കും ലീ പെട്ടെന്ന് സൂവിനെ തടഞ്ഞിട്ട് ഇതെന്താ ഹോളിവുഡ് സിനിമ വല്ലതാണോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്, ഞാൻ എന്തായാലും അവരോട് പോയി പറയാന്ന് പറഞ്ഞ് നിൽക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീ ഉണ്ടല്ലോ അവരുടെ ഭർത്താവിന്റെ കഴുത്തിൽ ഒരു ഒറ്റക്കാടി. ഇവർ രണ്ടുപേരും അത് കണ്ട് പേടിക്കുന്നതും ആ സ്ത്രീ പതിയെ തല താഴേക്ക് തിരിക്കുന്നതും ഇവിടെയാണ് മനസ്സിലാവുന്നത് അവർ സത്യത്തില് ഒരു സോംബിയാണ്. ഇവരെ കാണുന്നതും ഓടി ഇവരുടെ അടുത്തേക്ക് വന്ന് ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതിൽ വന്നിങ്ങനെ ഇടിക്കുന്നു. ഇത് കണ്ട രണ്ടുപേരും പേടിച്ച് ആ ഒരു സോഫയുടെ അടിയിലായിട്ട് കുനിഞ്ഞിരിക്കും. അങ്ങനെ ആ സോംബി അവിടെ വന്ന് നിന്നിട്ട് ഇവരെ കാണാത്തത് കൊണ്ട് തന്നെ അങ്ങനെ നോക്കുമ്പോ ആ പൂച്ച ടേബിളിന്റെ മുകളിൽ ഇരിക്കുകയാണ്. അത് കരയുന്നത് കാണുന്നതും ലീ പെട്ടെന്ന് ആ ഒരു പൂച്ചയെ അടുത്തോട്ടേക്കും പിടിക്കും. അപ്പോഴേക്കും സൂവിന്റെ ഫോൺ ഇറങ്ങി ചെയ്യുമ്പോൾ ഈ സോംബിക്ക് ആ ശബ്ദം കേട്ടിട്ട് തല കൊണ്ടുവന്ന ആ ഗ്ലാസ് ഇടിച്ചങ്ങ് പൊട്ടിക്കുകയാണ്. അപ്പോഴേക്കും ലീ പെട്ടെന്ന് സൂവിനോട് പറയും, സൂ നീ ഇവിടുന്ന് റൂമിലേക്ക് പോന്ന് പറഞ്ഞ് ആ സോംബി ഈ ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുന്നതും ഇവിടെയാണ് നമ്മുടെ ലീ അതൊരു സോംബിയാണെന്ന് പോലും അവൻ മനസ്സിലാക്കുന്നില്ല. പെട്ടെന്ന് അവരോട് പറയും, ഹേയ് ലേഡി നീ എന്താ ഈ കാണിക്കുന്നത്, ഇത്രയും വലിയ ഗ്ലാസ് ഇതെല്ലാം കടന്ന് ആക്രമിച്ചിട്ട് ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ സോംബിക്ക് ഇതുവല്ലോ മനസ്സിലാവൂ. അത് പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നതും അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു സോഫ കുറച്ച് പുറയിലേക്ക് പിടിച്ചിട്ട് ഈ സോംബി അതിനിടയിലാവുമ്പോൾ അതിനെ ഈ സോഫ കൊണ്ട് ചേർത്തങ്ങ് വെച്ചേക്കും. അങ്ങനെ ലീ ഓടി സൂവിന്റെ മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അവള് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവളുടെ ഫോണില് ഇത് കാണിച്ചു കൊടുക്കുന്നതും ലീ പറയും, ശരി നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം എന്നിട്ട് പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും ബാഗെല്ലാം എടുത്തിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഓടി വരികയാണ്. ഓടി വന്ന് റോഡിലേക്ക് നിൽക്കുമ്പോഴത്തേക്കാണ് ആ റോഡ് മുഴുവനായിട്ട് സോംബികള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റാക്ക് ചെയ്യുന്നു. സാധാരണ മനുഷ്യരെല്ലാവരെയും കടിക്കുന്നുണ്ട്. കടിച്ച കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കടിക്കൊണ്ടവരും സോംബിയായിട്ട് മാറുകയാണ്. അതിൽ നമ്മുടെ സൂവിനോടൊപ്പം പഠിക്കുന്ന കുട്ടികള്, അതേപോലെ തന്നെ അമ്മൂമ്മമാര്, പിന്നെ ഒരു നായ ഉൾപ്പെടെ എല്ലാം സോംബികളായിട്ടുണ്ട്. ഇപ്പോൾ ലീ തന്റെ ഫോൺ നോക്കുമ്പോഴത്തേക്കും ഫോണിൽ ആരെയും കോൾ ചെയ്യാനും കഴിയുന്നില്ല, നെറ്റ്വർക്ക് എല്ലാം കട്ടായി പോയി. അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് ലീ പറയുന്നത്, സൂ നമുക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാം, അവിടെ എന്തായാലും സേഫ് ആയിരിക്കും, കാരണം അതൊരു ദ്വീപായിട്ടുള്ളൊരു ഗ്രാമമാണ്, അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും ഇത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവരെ എങ്ങനെ കാറിനടുത്തേക്ക് പോവും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് രണ്ട് സോംബികള് നടന്ന് അടുത്തേക്ക് വരും. എന്നിട്ട് രണ്ടുപേരും കടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും സോംബികളാണെന്ന് മനസ്സിലാക്കുന്നത് പെട്ടെന്ന് തലതിരിച്ചങ്ങ് പോവാണ്. അപ്പോഴാണ് ലീ സൂവിനോട് പറയുന്നത്, സൂ ഞാൻ പറയുന്നത് കേൾക്ക്, നമ്മൾ എന്തുകൊണ്ട് അവരെ പോലെ അഭിനയിച്ചുകൂടാ, ഈ സിനിമകളിലേക്ക് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സൂ പറയും, അച്ഛാ അത് സിനിമകളിൽ മാത്രമല്ലേ, റിയൽ ലൈഫിൽ അങ്ങനെ നടക്കത്തില്ല, എന്നെ കൊണ്ട് എന്തായാലും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അയൽക്കാരനായിട്ടുള്ള ആ ഒരാള് സോംബിയായിട്ട് മാറി ഇവരുടെ അടുത്തേക്ക് വരുന്നു. അതേപോലെ വേറൊരു സോംബിയും ഇവരെ കണ്ടിട്ട് അടുത്തേക്ക് വരികയാണ്. ഇനിയിപ്പോ രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ചെയ്തേ മതിയാവും. അപ്പോ ഈ സോംബിയായിട്ട് അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ സൂ തന്നെ ആദ്യം കൈയെല്ലാം തിരിച്ചു വെച്ചിട്ട് ഒരു സോംബിയെ പോലെ അഭിനയിക്കുകയാണ്. എന്നിട്ട് സോംബികളെ നോക്കി അവള് സോംബികളെ പോലെ തന്നെ അലറി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഈ സോംബികളെല്ലാം ചുറ്റിനും നിന്ന് നോക്കുന്നുണ്ട്, ഇതാടെ ഞങ്ങളെക്കാട്ടി ഭ്രാന്തായിട്ടുള്ള മറ്റൊരു പെണ്ണ്. എന്നിട്ട് കൈയും കാലെല്ലാം ഓടിച്ചു വെച്ചതുപോലെ ആക്കിയിട്ട് പതിയെ നടന്നു പോകുമ്പോൾ ലീ പെട്ടെന്ന് നോക്കിയിട്ട് നീ എന്റെ മോള് തന്നെ എന്നും പറഞ്ഞ അവനും അതുപോലെ തന്നെ സോംബിയെ പോലെ അഭിനയിച്ച് ഈ സോംബികളുടെ ഇടയിലൂടെ പോവാണ്. സോംബികളാണെങ്കിൽ ആകെ തലയും ചൊറിഞ്ഞ് വട്ടായിട്ട് നിൽക്കുന്നു, ഇതെന്ത് ജീവി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും സോംബികളെ പോലെ തന്നെ അഭിനയിച്ച് കുറച്ച് മുന്നിലേക്ക് ചെന്ന് രണ്ടുപേരും നല്ലതുപോലെ സന്തോഷിക്കുമ്പോഴത്തേക്കാണ് അതിലൊരു സോംബിക്ക് മനസ്സിലായി ഇത് ഉടായിപ്പാണെന്ന്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇവരെ കടിക്കാനായിട്ട് വരുന്നതും രണ്ടുപേരും നല്ല വേഗതയിൽ ഓടാണ്. ഓടി പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ സൂവിന്റെ കാല് തട്ടി അവള് താടിക്കൊന്ന് വീഴുന്നു. ലീ തിരിഞ്ഞു നോക്കുന്നതും ഒരമ്മമ്മയായിട്ടുള്ള സോംബി ഉണ്ടല്ലോ അത് പതിയെ സൂവിനടുത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് അവളുടെ കാലിൽ കടിക്കാൻ വരുമ്പോൾ ലീ ഓടി വന്നിട്ട് അവന്റെ കൈ എടുത്ത് ഇടയിലേക്ക് വെച്ചു കൊടുക്കും. അപ്പോൾ ലീയുടെ കൈയിലേക്കാണ് ആ സോംബി കടിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും പേടിച്ച് നിൽക്കുന്നതും അവിടെയാണ് ഒരു ടെസ്റ്റ്. അമ്മൂമ്മയ്ക്ക് വെപ്പുമല്ലായിരുന്നു, അതുകൊണ്ട് ഈ ഒരു സോംബി വൈറസ് ഒരിക്കലും ലീയെ ബാധിക്കത്തില്ല. അങ്ങനെ ഓടി ഒരിടത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ കാർ കിടക്കുന്നത് അപ്പുറത്തെ സൈഡിലാണ്. രണ്ടുപേർക്ക് ഓടി അവിടേക്ക് പോകാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ സൂവിനെ അടുത്തുള്ള ഒരു തൂണിന് പുറയിലേക്ക് കൊണ്ടിരുത്തിയിട്ട് സൂ നീ ഇവിടെ തന്നെ ഇരിക്കി, ഞാൻ പോയി കാർ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞിട്ട് സൂവിനെ അവിടെ ഇരുത്തി ലീ വെട്ടുന്ന എഴുന്നേറ്റ് ഈ സോംബികളുടെ ഇടയിലൂടെ തന്നെ തടയാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതിനെല്ലാം ഇടിച്ചു തെറിപ്പിച്ച് ലീ അങ്ങനെ ഓടി തന്റെ കാറിനടുത്തേക്ക് പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ തന്റെ കാറിലേക്ക് കയറിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു സോംബികളുടെ ഇടയിലൂടെ തന്നെ കാർ എടുത്ത് നേരെ സൂവിന്റെ മുന്നിലേക്ക് വന്നിട്ട് സൂ പെട്ടെന്ന് കയറാൻ പറയുമ്പോൾ അവൾ ഓടി വന്ന് കാറിലേക്ക് കയറും. അങ്ങനെ അവിടെ നിന്ന് സൂവിനെയും കൊണ്ട് നേരെ ഇവർ അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ പോകുന്ന വഴിക്കാണെങ്കിൽ വലിയ രീതിയിൽ കുഴപ്പമൊന്നുമില്ല, രക്ഷപ്പെട്ടു പോകുന്ന ആളുകളാണ് കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നത്.
അങ്ങനെ ലീ നല്ല രീതിയിൽ ഹാപ്പി ആകുമ്പോഴത്തേക്കും സൂവിന്റെ മുഖത്ത് ആ ഒരു സന്തോഷമില്ല. ഹേയ് സൂ, എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ അവളുടെ കൈ അവളിങ്ങനെ മൂടുന്നുണ്ട്. ഇത് കണ്ട ലീ ആണെങ്കിലോ അവളുടെ ഷർട്ട് പിടിച്ച് മാറ്റി നോക്കുമ്പോഴത്തേക്കാണ് പാവം നമ്മുടെ സൂവിന്റെ കയ്യിൽ ഒരു സോംബി കടിച്ചിട്ടുണ്ടായിരുന്നു. അതുമല്ല ആ ഒരു വൈറസ് പതിയെ പതിയെ അവളുടെ ശരീരത്തിലേക്കും കയറുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ ലീ ആ ഒരു കാർ എടുക്കാനായിട്ട് ഓടിപ്പോയല്ലോ. ആ സമയത്ത് സൂ അവിടെ ഇരിക്കുമായിരുന്നു. പെട്ടെന്നാണ് അവളുടെ കയ്യിൽ ഒരു കടി ഏൽക്കുന്ന ശബ്ദം. പുറകിലേക്ക് നിൽക്കുമ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ, അവൻ്റെ ഒരു സോംബിയായിരുന്നു. അവനാണ് നമ്മുടെ സൂവിനെ കടിച്ചത്. അപ്പൊ സൂ ചോദിക്കും, നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ സോംബി, ആ ചെറുക്കനുണ്ടല്ലോ അവൻ പറയും സോംബി. എന്നിട്ട് നമ്മുടെ സൂ ലീയോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാനൊരു സോംബിയായിട്ട് മാറോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ നീ എന്താ അങ്ങനെയൊക്കെ പറയുന്നേ, അതൊരു ചെറിയ കടിയല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ, ഇല്ലല്ലേ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലല്ലേ, എന്തായാലും നിന്നെ ഡോക്ടർമാർ ചികിത്സിക്കും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ വൈറസ് ആണെങ്കിലേ പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്ക് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സൂവിന്റെ കാഴ്ചയെല്ലാം പതിയെ പതിയെ മങ്ങുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അവള് പതിയെ ആ ഒരു സോംബിയായിട്ട് മാറുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂയും ആ ഒരു സോംബിയായിട്ട് മാറി. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ലീയെ കടിക്കാനായിട്ട് വരുമ്പോൾ കാറ് നിയന്ത്രണം വിട്ടിട്ട് സൈഡിലേക്ക് ഇടിച്ചങ്ങ് നിൽക്കാണ്. എന്നിട്ട് ലീയെ കടിക്കാൻ വരുമ്പോൾ ലീ പെട്ടെന്ന് ആ ഒരു ഫ്രണ്ട് സീറ്റിൽ നിന്ന് പുറകെ സീറ്റിലേക്ക് മാറി. സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അവളെ വലിച്ചങ്ങ് പിടിച്ചേക്കും. എന്നിട്ട് അവളുടെ തലയിലൂടെ ആ ഒരു ഹോടിയിട്ടങ്ങ് മൂടുകയും ചെയ്യും. അത് കഴിഞ്ഞ് ആ ഒരു സീറ്റ് ബെൽറ്റ് പിടിവിടുന്നതും അവളുടെ തല വന്ന് ഇടിച്ച് ബോധം പോയി. അങ്ങനെ അവിടെ വെച്ച് സീൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു മുത്തശ്ശിയുടെ വീടുണ്ടല്ലോ, ലീയുടെ അമ്മയുടെ, അവിടെ കാണിക്കുമ്പോൾ ഈ മുത്തശ്ശി വെളിയിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. നടന്നു വരുന്ന സമയത്താണ് ഇവരുടെ കാർ അവിടെ കിടക്കുന്നത്. അല്ല ലീ വന്നോ, ഇവനെന്താ പറയാതെ വന്നേ എന്നും പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും ലീ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയല്ലേ. എന്നിട്ട് അമ്മ എവിടെ പോയിരുന്നു ചോദിക്കുമ്പോൾ, ഞാൻ ജോലി കഴിഞ്ഞിട്ട് ഈ സമയത്താണ് വരുന്നത്. അല്ല നീ എന്താ പറയാതെ വന്നത്, അല്ല എന്റെ കൊച്ചു രാജകുമാരി എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലീ പതിയെ, അമ്മ അത് എന്തു പറ്റി, അവൾക്ക് അസുഖമുണ്ടോ, അയ്യോ എന്റെ മോക്ക് അസുഖമാണോ എന്ന് പറഞ്ഞിട്ട് ഉള്ള പാത്രങ്ങളെല്ലാം താഴേക്കിട്ട് അവൻ വേണ്ട വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ലീയെ തള്ളി വിട്ടിട്ട് അമ്മൂമ്മ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് വന്ന്, മോളെ നീ എന്തെങ്കിലും കഴിച്ചോ, നിനക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ച് അകത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാം തള്ളി താഴേക്കിട്ട് അലങ്കോലാക്കി വെച്ചേക്കാണ്. എന്നിട്ട് അവൾ ഈ സോംബിയെ പോലെ ശബ്ദം ഉണ്ടാക്കി അവിടെ നിൽക്കുന്നു. എന്നിട്ട് സൂവിനെ വിളിക്കുമ്പോഴത്തേക്കും അവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ഇത് കണ്ട അമ്മൂമ്മ, ഓ അപ്പൊ നീ എന്റെ മുറി മുഴുവനായിട്ട് വൃത്തിയേടാക്കിയല്ലേ, എന്തിനാ നീ ഇതെല്ലാം ചെയ്തതെന്നും പറഞ്ഞ് അകത്തേക്ക് വരുമ്പോ സൂ ആണെങ്കിൽ അമ്മൂമ്മയെ കടിക്കാനായിട്ട് ഇങ്ങനെ നോക്കുന്നു. അമ്മൂമ്മ ഇവൾ ഈ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് അവളെ വഴക്ക് പറയാൻ നിൽക്കാണ്. അതുമല്ല സൂവിന്റെ കൈ കെട്ടിയിട്ടേക്കുമായിരുന്നു. പെട്ടെന്ന് അവൾ അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് അമ്മൂമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നതും അമ്മൂമ്മ, ഓ ഇത്ര ധൈര്യമാണ് നിനക്കെന്നും പറഞ്ഞ് താടിയുള്ള ഒരു തടി കരണ്ടിയുണ്ട്, അത് കാലുകൊണ്ട് ചവിട്ടി അങ്ങ് കയ്യിൽ പിടിക്കും. എന്നിട്ട് ഓടി അടുത്തേക്ക് വരുമ്പോ ഇതുപോലെ ഒരൊറ്റയടി ലീ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും സൂവിന്റെ ബോധം പോയിട്ട് അവൾ താഴെ വന്ന് വീഴും. അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്കാണ് ലീ നടന്ന കാര്യങ്ങളെല്ലാം അമ്മൂമ്മയോട് പറയുന്നതും ഇത് കേട്ട അമ്മൂമ്മ നല്ലതുപോലെ കരയുന്നുണ്ട്. അപ്പോൾ എന്റെ കൊച്ചു രാജകുമാരിക്ക് അവളുടെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നു, ഒരിക്കലും പ്രതീക്ഷയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് അമ്മൂമ്മ നല്ല രീതിയിൽ കരയുന്നുണ്ട്. ഇപ്പൊ സൂ ആണെങ്കിലോ ഈ അമ്മൂമ്മയെ നോക്കുമ്പോഴത്തേക്ക് സൂവിന് പേടിയാണ്. കാരണം അമ്മൂമ്മ തലക്കിട്ട് അടിച്ചതുകൊണ്ട്. എന്നിട്ട് നിന്നെ അടിച്ചതിൽ അമ്മൂമ്മയോട് ക്ഷമിക്കണമെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും TV കാണുമ്പോൾ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് സർക്കാരും അതേപോലെ തന്നെ പട്ടാളവും ചേർന്നിട്ട് ഈ രോഗവ്യാപനം തടയാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളും ഞങ്ങളെ സഹായിക്കണം, രോഗബാധിതരുണ്ടെങ്കിൽ അവരെ പറ്റിയുള്ള വിവരം ഞങ്ങളെ അറിയിക്കണമെന്നെല്ലാം പറയും. ഇത് കണ്ട ലീ സൂവിനെ നോക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ സൂവിനെയും കൊണ്ട് ലീ നേരെ ആശുപത്രിയിലേക്ക് പോകും. അങ്ങനെ അവളെ കാറിലിരുത്തിയിട്ട് ലീ നേരെ അകത്തേക്ക് കയറി ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ആൾക്കൂട്ടം. എന്താന്ന് കാണിക്കുമ്പോൾ അവിടെയുള്ള ഒരാളെ ഏതോ ഒരു സോംബി കടിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആ സോംബിയുടെ മുന്നിൽ അതൊരു പയ്യനാണ്. അവന്റെ അമ്മ വന്ന് നിന്നിട്ട്, ഇല്ല എന്റെ മോൻ്റെ ഒരു കുഴപ്പമില്ല, അവൻ ഓക്കെയാണ്, അവൻ പേടിയായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നെല്ലാം പറയുമ്പോൾ പട്ടാളം എല്ലാം അവിടെ നിന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് മാറാൻ പറയും. അപ്പൊ അമ്മയായതുകൊണ്ട് തന്നെ സ്വന്തം മകനെ ആരെങ്കിലും എന്ത് ചെയ്യുന്നത് അവർക്ക് സഹിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് അവർ മാറാൻ നിൽക്കുകയാണ്. അതുമല്ല പട്ടാളം പറയുന്നത് രോഗബാധിതരായിട്ടുള്ള എല്ലാവരെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഉത്തരവ്, അതുകൊണ്ട് നിങ്ങൾ മാറാൻ പറയുമ്പോൾ അവർ മാറത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതും പെട്ടെന്ന് ആ മകൻ തന്നെ ആ അമ്മയുടെ കഴുത്തിലേക്ക് പിടിക്കുമ്പോൾ വേറെ വഴിയില്ല, ഈ പട്ടാളക്കാരി രണ്ടുപേരെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കണ്ട നമ്മുടെ ലീക്ക് നല്ല പേടിയായിപ്പോയി. കാരണം സൂവിനെ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാല് അവള് സോംബിയാണെന്ന് മനസ്സിലാക്കി അവളെയും ഇവര് കൊല്ലും. അതുകൊണ്ട് ഈ കാര്യം ആരെയും അറിയിക്കാതെ അവൻ സൂവിനെയും കൊണ്ട് തിരിച്ച് അവന്റെ അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് മുത്തശ്ശി അവരുടെ സുഹൃത്തിനെ ആരോ വിളിച്ചിട്ട് തന്റെ കൊച്ചുമകൾ ഇതുപോലെ സോംബിയായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കാണെങ്കിൽ അത് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്ക് ഷൂംബിയല്ല സോംബി സോംബി എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഹീറോ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട്, അമ്മ നിങ്ങളോട് പറഞ്ഞതല്ലേ ആരോടും പറയരുതെന്ന്. ഇല്ല മോനെ, നമ്മളിത് റിപ്പോർട്ട് ചെയ്യണമെന്നല്ലേ പറഞ്ഞേ. ഇല്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് അവർ സൂവിനെ കൊല്ലും. അതേസമയം TV-യിലും കാണിക്കുന്നുണ്ട്, ആരെങ്കിലും ഈ കാര്യം റിപ്പോർട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാലേ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലേ
അത് വലിയ രാജ്യദ്രോഹ കുറ്റമാണെന്നും ടി വിയിലൂടെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് വേറെ വഴിയില്ലാതെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാലേ വെളിയിലേക്ക് വന്നിട്ട് സൂവിനെ അടുത്തുള്ള മരത്തിൽ കെട്ടിയിടും. എന്നിട്ട് അവന്റെ അമ്മയോട് പറയും, അമ്മ അവളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്നറിയോ, അവളെ കൊല്ലും. മറ്റൊരാൾ എന്റെ മകളെ കൊല്ലുന്നത് കാണാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല, അതുകൊണ്ട് അവളെ ഞാൻ തന്നെ കൊല്ലാൻ പോവാണ് എന്നും പറഞ്ഞ് അടുത്ത് വലിയൊരു കുഴിയെടുത്തിട്ട് ആ ഒരു ഷവലുണ്ടല്ലോ അതും എടുത്ത് സൂവിന്റെ മുന്നിലേക്ക് നിൽക്കാണ് അവളുടെ തലയിലേക്ക് അടിക്കാൻ വേണ്ടി. അടിക്കാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കാണ് സൂ അവനെ നോക്കുമ്പോൾ അവനെ കൊണ്ട് കഴിയുന്നില്ല. സൂവിന്റെ പഴയ ഓർമ്മകളെല്ലാം വന്നിട്ട് അവൻ അടിക്കാൻ കഴിയാതെ കണ്ണോടിച്ച് നിന്നിട്ട് അവസാനം എന്തായാലും കൊന്നല്ലേ മതിയാവൂ, വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് ഷവലെടുത്തൊരു ഒറ്റയടി. പക്ഷെ അവൻ കൊല്ലത്തില്ല, താഴെയാണ് ഷവൽ അടിക്കുന്നത്. പക്ഷെ അവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഒരു സോംബിയാണെന്നുണ്ടെങ്കിലും ലീ ഇതുപോലെ അടിക്കാനായിട്ട് വരുമ്പോൾ അവൾക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ലീയെ കൊണ്ട് അവളെ കൊല്ലാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അച്ഛനെ കൊണ്ട് കഴിയത്തില്ല മോളെ എന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയാണ്. കരയുമ്പോഴത്തേക്കും അവളാണെങ്കിലും അവന്റെ കഴുത്തിൽ കടിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് കൈ വെച്ചിട്ട് അവളുടെ തല ഇങ്ങനെ മാറ്റി പിടിച്ചു വെച്ച് ഇരുന്ന് കരയും. അപ്പോഴേക്കും ആ മുത്തശ്ശി പറയും, നിന്നെ കൊണ്ട് കഴിയത്തില്ലാന്നെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇത് ചെയ്യാന്നും പറഞ്ഞ് ആ മുത്തശ്ശി ഷവലെടുത്തിട്ട് അടിക്കാനായിട്ട് വരുമ്പോൾ സൂ പിന്നെയും പേടിക്കുന്നുണ്ട് അത് കണ്ടിട്ട്. അപ്പോൾ ലീ പെട്ടെന്ന് വന്ന് ഇല്ല ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞിട്ട് മുത്തശ്ശിയെ തടയുന്നതും സൂ ആണെങ്കിലോ പേടിച്ച് അവസാനം അവളുടെ കയ്യിലുള്ള ആ ഒരു കെട്ടുണ്ടല്ലോ അത് ഇവരറിയാതെ അങ്ങ് അഴിക്കും. അങ്ങനെ നമ്മുടെ ലീയെ മുത്തശ്ശിനെ മാറ്റി നിർത്തിയിട്ട് ഇല്ല വേണ്ട ചെയ്യണ്ടെന്നെല്ലാം പറഞ്ഞ് അവസാനം രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സൂവിനെ അവിടെ കാണാനില്ല. നോക്കുമ്പോഴത്തേക്കും ആ പൂച്ച ഇവരെ നോക്കി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കരയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നമ്മുടെ സൂ അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് അവിടെ എല്ലാം ഓടി നോക്കാണ്. ഇവിടെ എവിടെ പോയത് മനസ്സിലാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും ഓടി അവസാനം ഒരു പഴയ ഷെഡുണ്ട്, അതിന് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. രണ്ടുപേരും അത് തുറന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ സൂ അവിടെ നിൽപ്പുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കാണ് ലീ പറയുന്നത്, അമ്മ എനിക്കിപ്പോ കാര്യം മനസ്സിലായി, നമ്മുടെ സൂ മരിച്ചിട്ടില്ല, അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അല്ല നീ എന്താ ഈ പറയുന്നേ? അതെ, അവൾ കുട്ടിക്കാലത്ത് എപ്പോഴും കളിക്കാൻ വരുന്നത് ഈ സ്ഥലത്താണ്. ആ പഴയ ഓർമ്മയില്ലാതെ അവൾ ഇവിടേക്ക് വരൂ എന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ പറയും, ഒരുപക്ഷെ അവൾ യാദൃശ്ചികമായിട്ട് ഇവിടേക്ക് വന്നതായിരിക്കും. അപ്പോൾ അവൻ പറയും, അങ്ങനെയല്ല, അമ്മ അവളെ വടി കൊണ്ട് തലക്കടിച്ചില്ലേ, അതിനുശേഷം അമ്മയെ കാണുമ്പോഴത്തേക്ക് അവൾക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ട് സൂ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, എനിക്ക് ഉറപ്പാണെന്ന് പറയുമ്പോൾ അവന്റെ അമ്മ പറയും, നീ മിണ്ടാതിരിക്കും മണ്ടത്തരം പറയാതെ, സോംബി ആയിട്ടുള്ളവരെല്ലാം മരിച്ചെന്നല്ലേ ടി വിയിൽ പറയുന്നതെന്ന് പറയുമ്പോൾ ലീ പെട്ടെന്ന് ഇല്ല ഒരു നിമിഷം നിൽക്കാൻ പറഞ്ഞിട്ട് അവന്റെ ഫോൺ എടുത്ത് അവന്റെ ഫോണിലെ സൂ തന്റെ സ്കൂൾ പ്രോഗ്രാമിൽ കളിക്കാൻ വേണ്ടി ഒരു മ്യൂസിക് ഇട്ട് പ്രാക്ടീസ് ചെയ്യുമല്ലോ, ആ മ്യൂസിക് ഇപ്പോൾ പ്ലേ ചെയ്തിട്ട് അവിടെ വെക്കുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും അവൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വോളിയം കൂട്ടുന്നതും ഇവിടെയാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. സൂ പെട്ടെന്ന് അവളുടെ കൈ മുകളിലേക്ക് ഉയർത്തുന്നു, എന്നിട്ട് ആ ഡാൻസ് കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലീക്ക് മനസ്സിലായി, അമ്മ അവൾ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്, നമ്മുടെ സൂ മരിച്ചിട്ടില്ല. അങ്ങനെ അത് മനസ്സിലാക്കുന്നതും ഇവര് രണ്ടുപേരും സൂവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു സയന്റിസ്റ്റ് ഈ ഒരു വൈറസിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് ഈ വൈറസ് തലച്ചോറിൽ കയറി കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മകൾ വീണ്ടും റീകോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വൈറസിനെ അതുമൂലം നശിപ്പിക്കാനായിട്ട് കഴിയും. അതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് കണ്ട ലീ പറയും, അമ്മ ഇത് നോക്ക്, അവളുടെ പഴയ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ വൈറസിനെ അതില്ലാണ്ടാക്കും, അതിലൂടെ നമുക്ക് സൂവിനെ രക്ഷിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ ആ മുത്തശ്ശി പറയും, അതൊക്കെ മാറ്റി വയ്ക്കി, ദേ എന്റെ ഈ മുട്ടച്ചോറ് ഇത് അവള് കഴിച്ചു കഴിഞ്ഞാല് അവൾ എന്റെ കൊച്ചുമകൾ തന്നെയാണ്, ഇതവള് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളൊരു സോംബിയാണ്, നോക്കാലോ നമുക്ക്. അങ്ങനെ മുത്തശ്ശി ആ കരണ്ടി എടുത്ത് അവളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും കുറച്ചു നേരം അവളിങ്ങനെ മണത്ത് നോക്കും. എന്നിട്ട് പെട്ടെന്ന് കഴിക്കാതെ മുഖം അങ്ങ് മാറ്റുന്നതും കണ്ടോ അവള് കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ലീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സൂ പെട്ടെന്ന് അടുത്തുള്ള മറ്റൊരു മീറ്റ് ഉണ്ട്, ഒരു മാംസം, ഈ മാംസം വെച്ചുണ്ടാക്കിയ എന്തൊരു ഫുഡുണ്ട്, അത് അവൾ പെട്ടെന്ന് മണത്തിട്ട് അത് കഴിക്കാനായിട്ട് നോക്കുന്നു. അതേ സമയം കാണിക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ വീടിന് വെളിയിലായിട്ട് മറ്റൊരു കാർ വന്ന് നിൽക്കാണ്. അതിൽ നിന്നും ഒരാൾ ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാല് എന്തായാലും അത് സൂവിന് അപകടമാണ്. കാരണം അയാൾ എന്തായാലും ഗവൺമെന്റിനെ ഇത് റിപ്പോർട്ട് ചെയ്യും. അകത്താണെങ്കിലോ നമ്മുടെ ലീയും അവന്റെ അമ്മയും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം അവളിപ്പോ ഒരു ബീഫ് കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവൾ നമ്മുടെ മകള് തന്നെയാണെന്ന് പറയുന്നതും പെട്ടെന്ന് വെളിയില് ആരോ ഒരാൾ നമ്മുടെ ലീയെ വിളിക്കുന്നു. ഇത് കണ്ട് പേടിച്ചിട്ട് രണ്ടുപേരും പെട്ടെന്ന് വന്ന് ഡോർ തുറക്കുമ്പോൾ ഇവർ വന്ന് തുറന്നു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ലീയുടെ സുഹൃത്താണ് ജോ. അവൻ ഈ ടൗണിലെ ഒരു മെഡിക്കൽ സ്റ്റോറാണ് നടത്തുന്നത്. ഇപ്പോ ജോ വരുന്നതും ഹേയ് ലീ, നീ ഇവിടേക്ക് വരുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഇപ്പോൾ വന്നത് എന്നും പറഞ്ഞ് ലീയെ വന്ന് പരിചയപ്പെട്ടിട്ട്, പിന്നെ ഞാൻ ഒരു കാര്യം കേട്ടല്ലോ, സിയോളിൽ മുഴുവനായിട്ട് സോംബി വൈറസ് പടർന്നു, ആളുകളെല്ലാം സോംബി ആയിട്ട് മാറിയെന്നും നമ്മൾ സിനിമകളിലെല്ലാം കാണുന്നത് പോലെ. എന്നിട്ട് ജോ പറയും, എനിക്കെന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഈ ഗ്രാമത്തിലല്ലേ. അല്ല നിന്റെ മകളെവിടെ സൂ? അപ്പോൾ മുത്തശ്ശേറി അവൾ കുളിക്കാൻ പോയി. ലീ പറയും അവൾ അകത്തുണ്ടെന്ന് പറയുന്നതും രണ്ടുപേരും രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഡോറിനുള്ളിലൂടെ അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട്
ഇതേ അവൾ അവിടെ ഉണ്ടെന്നും പറഞ്ഞ് ജോ പെട്ടെന്ന് അകത്തേക്ക് ഓടിക്കയറും. മോളെ അങ്കിൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ സു അവനെ നോക്കിയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ തന്നെ ശബ്ദം ഉണ്ടാകുമ്പോഴത്തേക്കും അവൻ പേടിച്ച് പുറയിലേക്ക് മാറും. എന്നിട്ടാണ് പെട്ടെന്ന് ഇവരെ നോക്കിയിട്ട് സു ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ എന്നും പറഞ്ഞ് ജോ എന്താ ചെയ്യുന്ന വെച്ചാല് ഓക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു, ഞാനിന്ന് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ പതിയെ വീടിന് വെളിയിലേക്ക് ഇറങ്ങും. എന്നിട്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ? ഈ പട്ടാളക്കാരെ വിളിച്ചിട്ട് ഈ വിവരം അറിയിക്കാൻ പോവാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ പിറകിലൂടെ വന്ന നമ്മുടെ ലീ വന്നിട്ട് അവനെ തടയും. നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നേ? എന്റെ മോളെ കൊല്ലയായിട്ട് ഞാൻ സമ്മതിക്കില്ല. അപ്പോ ജോ പറയും അവളൊരു സോംബിയാണെന്ന് എനിക്ക് മനസ്സിലായി, അവളിങ്ങനെ നിർത്താൻ കഴിയത്തില്ല, ഇത് നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ ലീ പറയും അങ്ങനെയല്ല, അവളെന്റെ മകള് തന്നെയാണ്, സു ഒരിക്കലും മരിച്ചിട്ടില്ല, അവളുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്, അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം അവൾ കഴിക്കുന്നു, സ്കൂളിലെ അവള് കളിക്കാൻ പോകുന്ന ആ ഒരു മ്യൂസിക് ഇട്ടപ്പോൾ അവള് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ ഈ ഒരു സുഹൃത്തിനെ വിശ്വസിപ്പിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ അവള് സോംബിയായിട്ടിരിക്കുമ്പോൾ തന്നെ ആ ഒരു മ്യൂസിക്കിനെ കളിക്കുന്ന വീഡിയോ എല്ലാം ഇവ റെക്കോർഡ് ചെയ്തിട്ട് അത് നമ്മുടെ ജോയ്ക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ജോ പറയും ഇതെന്തോന്നാ ഈ കൈ വെച്ചിട്ട് ഇങ്ങനെയെല്ലാം കാണിക്കുന്നതാണോ നൃത്തം, ഇതിലെ ട്രെയിൻ ടു പുസാൻ സിനിമയിൽ കാണുന്നത് പോലെയല്ലേ? അപ്പോൾ ലീ പറയും ഡോക്ടർ സുശാന്ത് പറഞ്ഞല്ലോ മെമ്മറി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ വൈറസിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന്, അതുകൊണ്ട് നമുക്ക് അവളുടെ മെമ്മറി തിരിച്ചു കൊണ്ടുവരാം, അവളുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും, അതിന് നമുക്ക് അവളെ ട്രെയിനിങ് ചെയ്യിക്കാന്ന് പറയുമ്പോൾ ജോ പറയും ഒരു സോംബിയെ ട്രെയിനിങ് ചെയ്യിക്കുക എന്നുള്ളത് എന്ത് പാടുള്ള കാര്യമാണെന്നറിയോ, അതൊരു മനുഷ്യനല്ല എന്ന് പറയുമ്പോൾ ലീ പറയും ഞാൻ ഒരു സൂയിലെ ട്രെയിനറാണ്, അതിഭീകരമായിട്ടുള്ളൊരു ടൈഗറിനെ ഞാൻ ട്രെയിനിങ് ചെയ്യിച്ചിട്ട് നല്ലതാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ടൈഗറിനെ എല്ലാം ട്രെയിനിങ് ചെയ്യിക്കുന്നത് പോലെയാണ് ഒരു സോംബിയെ, എന്തായാലും നീ ചെയ്യുന്നത് തെറ്റാണ്, ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ കാര്യം നീ ചിന്തിച്ചോ, നിന്റെ അമ്മയുടെ കാര്യം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ലീ പറയും ആരാണ് സ്വന്തം മകളെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് നിൽക്കുന്നത്, എന്നെ കൊണ്ട് കഴിയത്തില്ല, നിന്നെ കൊണ്ട് കഴിയുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ജോ പറയും അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല, എനിക്ക് കുട്ടികളുമില്ല എന്ന് പറയുന്നതും ലീ പെട്ടെന്ന് എടാ അങ്ങനെ ജോയെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുന്നതും അവനിപ്പോൾ അതിന് സമ്മതിച്ചിട്ട് വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അമ്മുമ്മ സൂവിനെ കുളിപ്പിക്കുന്നു. അങ്ങനെ കുളിപ്പിച്ചിട്ടാണ് അവളുടെ കഴുത്തിലെ ആ ഒരു പാടുകൾ കാണുമ്പോൾ എൻ്റെ മോൾ എന്തുമാത്രം വേദന സഹിക്കുന്നുണ്ടാവും എന്ന് പറയുന്നതും സൂ പതിയെ അമ്മൂമ്മയുടെ കയ്യിൽ കടിക്കാനായിട്ട് വരുന്നതും അവളുടെ തല പിടിച്ചിട്ട് വെള്ളത്തിലേക്ക് മുക്കിയങ്ങ് വയ്ക്കും കുറച്ചു നേരത്തേക്ക്, എന്നെ തന്നെ കടിക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീ ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴാണ് മുത്തശ്ശി വിട്ടുന്ന് മിണ്ടരുത് അവൾ ഉറങ്ങാണെന്ന് പറയുന്നതും ലീ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ കുട്ടിയെ പോലെ അവൾ കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നല്ലതുപോലെ കുളിപ്പിച്ചെടുത്തപ്പോൾ നല്ല ഉറക്കം, അല്ല ജോ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നാളെ രാവിലെ തന്നെ നമുക്ക് ഈ ട്രെയിനിങ് ചെയ്യിക്കാമെന്ന് അവൻ പറഞ്ഞിരുന്നു എന്നും പറഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ജോ ഇപ്പോൾ ലീയെ വിളിച്ച് നിർത്തിയിട്ടാണ് പറയുന്നത് നീ ഇന്നലെ എന്നോട് ആ ഒരു കാര്യം പറഞ്ഞിട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചിരുന്നു, ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി നടത്തുന്നവനാണ്, അവരെന്തോ ഒരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന്, അത് മൃഗങ്ങളിൽ പരീക്ഷിച്ചു നോക്കും, അത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ മരുന്ന് കിട്ടും, അത് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ലീക്ക് ഇത് കേട്ടിട്ട് നല്ല സന്തോഷമായി അവനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴേക്കും ജോ പറയും എന്തായാലും നീ പറഞ്ഞതുപോലെ നമ്മൾ സൂവിനെ മാറ്റിയെടുക്കും, പിന്നെ എന്തിനാണ് ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് ഞാനുള്ളത് എന്നും പറഞ്ഞ് രണ്ടുപേരും നമ്മുടെ സൂവിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് അത് കഴിഞ്ഞ് അവളെ ബോട്ടില് ഈ കടലിന് നടുവിലുള്ള ചെറിയൊരു ദ്വീപുണ്ട് അവിടേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്പൊ സൂവിനെ ട്രെയിനിങ് ചെയ്യിക്കുകയാണ്. ആദ്യം തന്നെ അവൾ കടിക്കോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി കെട്ടെല്ലാം അഴിച്ചു വിട്ടിട്ട് ഒരു കമ്പില് കൈവച്ചിങ്ങനെ കെട്ടി അത് അവളുടെ അടുത്തേക്ക് കാണിക്കുമ്പോഴത്തേക്കും അവൾ അതിലേക്ക് കടിച്ചു പിടിക്കും. അപ്പോൾ ജോ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോഴത്തേക്കാണ് ലീ പറയുന്നത് ജോ നീ ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ അവളെ കൂടുതൽ അഗ്രസീവ് ആക്കത്തേ ഉള്ളൂ, അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ പറയും. അങ്ങനെ അവൾ ആ ഒരു കൈ വലിച്ച് കടിച്ച് താഴെ കിട്ടുമ്പോഴത്തേക്കും ഇത് കണ്ട് ജോ പെട്ടെന്ന് പേടിച്ച് ഓടാൻ നിൽക്കും. അപ്പോഴേക്കാണ് ലീ പറയുന്നത് ജോ പുറം തിരിഞ്ഞ് ഒരു കാരണവശാലും നിൽക്കരുത്, അങ്ങനെയാണെങ്കിൽ അവൾ കടിക്കുമെന്ന് പറയുന്നതും ജോ അങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് സോംബി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ സോ പെട്ടെന്ന് അവനെ കടിക്കാണ്ട് വരും. പുറം തിരിഞ്ഞോടാതെ അവളെ നോക്കി ഇതിന്റെ പുറകിലേക്ക് ഓടാണ്. ഇതിന്റെ പിറകെ തന്നെ നമ്മുടെ ലീയും ആ ഒരു വലയും വെച്ചിട്ട് അവന്റെ പുറകെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ട് ലീ സൂവിനെ നോക്കിയിട്ട് ഓക്കെ നമുക്കിനി സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം, ഇതുപോലെ 2 തവണ കണ്ണടച്ചു കഴിഞ്ഞാലേ നിനക്കത് ഇഷ്ടമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, എന്നിട്ട് അതുപോലെ കണ്ണടച്ചേ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ആ ഒരു പൂച്ചയുണ്ടല്ലോ അത് കേട്ടിട്ട് പെട്ടെന്ന് കണ്ണടയ്ക്കും. എന്നിട്ട് സൂവിനെ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് സൂവും അതേപോലെ തന്നെ കണ്ണടയ്ക്കുന്നുണ്ട്. ഇത് കണ്ടലി അമ്മ അത് നോക്ക് അവള് കണ്ണടയ്ക്കുന്നെന്നും പറഞ്ഞ് അവന്റെ അമ്മയോട് പറയുമ്പോഴത്തേക്കും അമ്മ പറയും ഇതെല്ലാം ഒരു പൂച്ച നല്ലതുപോലെ ചെയ്യുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് സൂ പെട്ടെന്ന് ലീയെ കടിക്കാനായിട്ട് വരുന്നു. അവൻ പെട്ടെന്ന് വിസിലെടുത്ത് ഇങ്ങനെ ഊതുമ്പോൾ ഈ ശബ്ദം കേട്ട് സൂ പതിയെ പുറകിലേക്ക് പോകും. അപ്പോൾ അവൻ പറയും ഓക്കെ നീ എന്തായാലും കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കാണ് സത്യത്തിൽ സൂ അവൻ വിസിലടിച്ചത് കൊണ്ടല്ല പുറകിലേക്ക് പോയത്, ആ മുത്തശ്ശി ഉണ്ടല്ലോ വടിയെടുത്ത് കയ്യിൽ പിടിച്ചത് കണ്ടിട്ടാണ് സൂ പേടിച്ച് പുറകിലേക്ക് പോകുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോയും ലീയും കടൽ തീരത്തിലേക്ക് കൊണ്ടുവന്ന് ഓക്കെ മെമ്മറി തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് വ്യായാമമാണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് ഈ വ്യായാമ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അതുപോലെയെല്ലാം ചെയ്യുമ്പോൾ സൂ കുറച്ചു നേരം അത് നോക്കി നിന്നിട്ട് അവളും
അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്, തലയിലേനെ തിരിക്കുന്നുണ്ട്. അങ്ങനെ സൂ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലീ ഫോട്ടോ എടുത്തിട്ട് ഒരു ബുക്കിൽ ആ ഒരു ഫോട്ടോ ഒട്ടിച്ച് ഓരോ ദിവസത്തെ അവളുടെ മാറ്റം എന്താണെന്നെല്ലാം നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ സൂ എന്തായാലും പതിയെ പതിയെ മാറി വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ആ ഒരു മുത്തശ്ശി ആഹാരം കൊടുത്തിട്ട് പെട്ടെന്ന് വടിയെടുക്കുമ്പോഴത്തേക്ക് സൂ പേടിക്കും. ഇപ്പൊ ന്യൂസിൽ കാണിക്കുമ്പോഴത്തേക്കും വൈറസ് ബാധിതരുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്നെല്ലാം ന്യൂസിൽ പറയുന്നുണ്ട്. അതേപോലെ ഇവരാണെങ്കിലോ ഈ സുഹൃത്തു നമ്മുടെ ജോയും ലീയും സൂവിന് പരിശീലനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ നമ്മുടെ ജോയെ സൂ പുറകിലൂടെ വന്ന് കടിക്കാതിരിക്കാൻ വേണ്ടി ലീയുടെ മുഖം ഉണ്ടല്ലോ, അത് ജോ എടുത്ത് അവന്റെ തലയുടെ പിറകിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കാണ്. സത്യം പറയാലോ, ഇതുപോലൊരു മൂവി ഞാൻ ഇത്ര ആസ്വദിച്ച് ഇതുവരെയും കണ്ടിട്ടില്ല. അതുപോലെയാണ് ഈ മൂവിയിലെ ഓരോ സീനുകളും. അങ്ങനെ പരിശീലനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പതിയെ പതിയെ അവൾ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ ഒരു സീസൺ കഴിഞ്ഞു. എന്താന്ന് വെച്ചാൽ 1 വർഷത്തോളം ഏകദേശം കഴിഞ്ഞു. അങ്ങനെ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് വന്ന സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നതും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനു മുന്നേ സംഭവിച്ചത്. ഇപ്പോൾ നമ്മുടെ ലീ അവൾ എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി അവന്റെ കൈ എടുത്ത് അവളുടെ മുന്നിലേക്ക് വെച്ചു കൊടുക്കും. അപ്പൊ അവരുടെ ആ ഒരു പൂച്ചയെ വന്നിട്ട് നോക്കാണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. സൂ ആണെങ്കിലോ പതിയെ കടിക്കാനായിട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്തോ അവൾ കടിക്കുന്നില്ല, അതേപോലെ തന്നെ മാറിപ്പോകുന്നു. ഇതിലൂടെ തന്നെ മനസ്സിലായി അവൾ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന്, അവളുടെ ഓർമ്മകളെല്ലാം തിരിച്ചു വരുന്നുണ്ടെന്ന്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് വെളിയിൽ കാണിക്കുമ്പോൾ സൂവിനോട് ഹായ് പറയാൻ പറയുന്നതും അവൾ അതുപോലെ ഹായ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ച് ഓക്കെ ഇത് നോക്കുമോളെ അപ്പ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ സൂ ആണെങ്കിലോ അത് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ ആ ഒരു മുത്തശ്ശി പറയും, അവളെ വെറുതെ ഇട്ട് ബുദ്ധിമുട്ടിക്കാതെ കുറച്ച് സമയം കൊടുക്ക്, പതിയെ പതിയെ അവൾ എന്തായാലും പഠിച്ചോളും. എന്നിട്ട് ആ മുത്തശ്ശി വന്ന് മോളെ മുത്തശ്ശി എന്ന് പറഞ്ഞേ എന്ന് പറയുമ്പോൾ അവൾ മുത്തശ്ശി എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നില്ല. നോക്കുമ്പോഴത്തേക്ക് ആ പൂച്ച ഇരുന്നിട്ട് അതുപോലെ പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ സൂവിന് തന്നെ ആ ഒരു പൂച്ചയുടെ ദേഷ്യം വരും. അപ്പോൾ ലീ പറയും എന്റെ മോള് അച്ചാന്നും മുത്തശ്ശിന്നും എല്ലാം വിളിക്കും, അതിനെല്ലാം ഇനിയും സമയമുണ്ടെന്ന് പറയുന്നതും ഈ മുത്തശ്ശി എന്തോ ഒരു വീഡിയോ കാണാണ്. എന്താന്ന് വെച്ചാല് ഈ മുത്തശ്ശി ഏതോ ഒരു പെൺകുട്ടിയോട് ചോദിച്ചിരുന്നു ഒരു സോംബി അല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താ ചെയ്യേണ്ടത്, അതിന്റെ മേക്കപ്പ് എങ്ങനെയാണെന്നെല്ലാം ഒരു പെണ്ണിനോട് ചോദിച്ചിട്ട് അവൾ ഒരു വീഡിയോ എടുത്ത് അയച്ചേക്കാണ്. എന്താന്ന് വെച്ചാൽ നല്ലതുപോലെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാല് സോംബിയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ലീ വന്നിട്ട് അമ്മ എന്തിനാ ഇതെല്ലാം എല്ലാവരോടും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല, നീ എന്തായാലും പട്ടണത്തിലേക്ക് പോയിട്ട് അവൾക്ക് മേക്കപ്പ് വാങ്ങിക്കൊണ്ടുപോവാ. ഇപ്പൊ എന്തായാലും സൂ ആരെയും കടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവളെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ലീ നേരെ പട്ടണത്തിലേക്ക് ചെന്നിട്ട് അവൾക്ക് ആവശ്യമായിട്ടുള്ള മേക്കപ്പുകളെല്ലാം കടയിൽ നിന്ന് വാങ്ങാണ്. അങ്ങനെ വാങ്ങി നിൽക്കുമ്പോഴത്തേക്കാണ് ലീയുടെ പഴയ ഒരു സുഹൃത്തുണ്ട്, അത് അവളുടെ പഴയ എക്സ്. അവളാണെങ്കിൽ ഈ പട്ടണത്തിലെ ടീച്ചറാണ്. അവളെ കാണുന്നതും ലീ ഇവിടുന്ന് താഴേക്ക് കുനിഞ്ഞിരിക്കും. പക്ഷെ അവളാണെങ്കിലോ ലീയെ കണ്ടു. അങ്ങനെ നേരെ അകത്തേക്ക് വന്നിട്ട് നമ്മുടെ ലീയെ പിടിച്ച് അല്ല നീ എന്നാ വന്നതെന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ലീയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അവളാണ്. അവളുടെ പേര് ഷിൻ എന്നാണ്. അങ്ങനെ ഷിന്നിനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലീക്ക് ഇപ്പോഴും ടെൻഷനുണ്ട്. അതുമല്ല അവൾ ചോദിക്കും അല്ല ഇവിടേക്ക് നീ ആരൊക്കെയായിട്ടാ വന്നേക്കെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ പൂച്ച പിന്നെ എന്റെ മകളെന്ന് പറയുമ്പോൾ ഓ അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞു, നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുന്നതും ലീ അതിന്റെ മറുപടി ഒന്നും പറയത്തില്ല. അപ്പോൾ ഷിൻ ചോദിക്കും ശരി എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ്, ഞാൻ എന്തായാലും നിന്റെ വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ലീ പറയും ഇല്ലില്ല അതിപ്പോഴെന്തായാലും വേണ്ട, എന്നെ എന്തായാലും ഈ സ്ഥലത്തേക്ക് ഇറക്കി വിടോ. അല്ല നിന്റെ വീട് ഇവിടെ നിന്ന് കുറെ ദൂരം നടക്കായില്ലേ, അതെനിക്ക് നടന്നു പോകാനാണെന്ന് പറഞ്ഞ് അവനിപ്പോ കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഷിൻ അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീ ജോയിനെ കണ്ടിട്ടാണ് പറയുന്നത് എടാ ഞാൻ ഷിന്നിനെ വീണ്ടും കണ്ടു. ആര്, നിന്റെ ആദ്യ എക്സോ? അതെ, അവളിപ്പോ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് നിൽക്കാണ് എന്ന് പറയുമ്പോൾ ജോ പറയും ഇല്ല അവളിപ്പോ ഇവിടെയും വന്നിട്ടുണ്ടെന്ന് പറയുന്നതും എന്താന്ന് വെച്ചാല് നമ്മുടെ ഷിൻ ആ ബാറിനകത്തേക്ക് കയറി വരും. എന്നിട്ടാണ് ഷിൻ അവരുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ലീ ഞാൻ എല്ലാം മനസ്സിലാക്കി, എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം. നിന്റെ ഭാര്യയായിട്ട് നീ വിവാഹമോചനം നേടിയത്, നിന്റെ മകൾക്ക് തലച്ചോറിൽ എന്തോ ഒരു അസുഖമുള്ളത്, അതുകൊണ്ടാണ് നീ അവളെ സ്കൂളിലേക്ക് പറഞ്ഞുവിടാത്തത്, ഇതെല്ലാം എനിക്ക് മനസ്സിലായെന്ന് പറയുന്നതും ജോയാണ് അവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. എന്നിട്ട് ലീയോട് പറയും അവളെ എന്തുകൊണ്ട് എന്റെ സ്കൂളിലേക്ക് അയച്ചുകൂടാ, കാരണം എന്റെ സ്കൂളിലും അതുപോലെ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവരോടൊപ്പം അവളെ ഞാൻ പഠിപ്പിക്കാം. അപ്പോൾ ലീ പറയും അതൊന്നും കുഴപ്പമില്ല, അവള് വീട്ടിലിരുന്നിട്ട് ഹോം സ്കൂളാണ് ഇപ്പൊ ചെയ്യുന്നത്, അതുകൊണ്ട് അവൾ ഓക്കെ ആണെന്ന് പറയുമ്പോൾ ഇല്ല ലീ അതെന്തായാലും അവർക്ക് ശരിയാവത്തില്ല, അവൾ എന്തായാലും നീ സ്കൂളിലേക്ക് വിട്ടേ മതിയാവും എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് ടി വിയിൽ വീണ്ടും ആ ഒരു ന്യൂസ് കാണിക്കുന്നു. ഇപ്പോൾ രോഗബാധിതര് ഒരുപാട് കുറയുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഷിൻ പെട്ടെന്ന് എനിക്ക് സോംബികളെ ഇഷ്ടമല്ല വെറുപ്പാണെന്ന് പറയുന്നതും രണ്ടുപേരും പെട്ടെന്നൊക്കെ പേടിച്ചു പോവും. അല്ല അതെന്ത് പറ്റി? അതെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നവൻ അവനും എന്റെ കൺമുന്നിൽ വെച്ചാണ് സോംബിയായിട്ട് മാറിയത്, വേറെ വഴിയില്ലാതെ അവനെ ഞാൻ കൊല്ലുമായിരുന്നു, അതും എന്റെ വാൾ ഉപയോഗിച്ച് എന്ന് പറയുമ്പോൾ ഷിന്നാണെങ്കിൽ ഈ കരാട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അന്നു മുതൽ എനിക്ക് സോംബികളെ ഇഷ്ടമല്ല, വെറുപ്പാണ്, എവിടെ കണ്ടാലും ഞാൻ അവരെ കൊല്ലും എന്നുകൂടി പറയുന്നതും ഇവര് രണ്ടുപേരും ഇത് കേട്ടിട്ട് പേടിച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ സൂവിനെ എങ്ങനെ ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കും, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നത് നമ്മുടെ ലീ ആണെങ്കിലോ ഷിന്നുണ്ടല്ലോ അവളുടെ പഴയ ഫോട്ടോസ് എല്ലാം എടുത്ത് ഇങ്ങനെ നോക്കാണ്, കാരണം അവന്റെ എക്സും കൂടിയായിരുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് സൂ ടി വിയിൽ എന്തോ ഒരു പ്രോഗ്രാം കാണുന്നു. എന്താന്ന് വെച്ചാല് വലിയൊരു ഫെസ്റ്റിവൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരസ്യമാണ്. അത് തന്നെ സൂ കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ലീ പട്ടണത്തിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ ഇപ്പോഴും ആളുകൾ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സോംബി വൈറസിന് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സോംബികളായിട്ട് ഒളിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടുപിടിച്ച് കൊല്ലണമെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ നിന്നും ലീ നേരെ പോകുന്നത് അവരുടെ പഴയ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ അവിടെ ചെന്നിട്ട് അവളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോഴത്തേക്കാണ് അവൾ എടുത്തു വെച്ചിരുന്ന ഒരു ബോക്സ് ഉണ്ട്. അതവൻ കണ്ടിട്ട് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിലെ കാര്യങ്ങൾ കണ്ട് ലീ നല്ലതുപോലെ കരയും. കാരണം അവൾക്ക് ഈ വൈറസ് ബാധിക്കുന്നതിന് മുന്നേ അവൾ എങ്ങനെയായിരുന്നു, ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് അവൻ ഒരുപാട് വിഷമിച്ച് ആ റൂമിലിരുന്ന് കരയുന്നുണ്ട്. കാരണം അവളെ ഇപ്പോഴും മാറ്റാനായിട്ട് അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതാലോചിച്ചിരുന്ന് കരയുമ്പോഴത്തേക്കാണ് ഒരു കാര്യം അവൻ ആലോചിക്കുന്നത്, ആ ഒരു ഫെസ്റ്റിവലിനെ പറ്റി. എന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ജോയിയുടെ അടുത്തേക്ക് പോയിട്ട് ജോയിയോട് കാര്യം പറയും. ഇതുപോലെ നമുക്ക് അവളെ ആ ഒരു ഫെസ്റ്റിവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവളുടെ ഓർമ്മകൾ പൂർണ്ണമായിട്ട് തിരിച്ചു വരും. കാരണം ആ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അത്ര ഇഷ്ടമാണ്, അത് നമുക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ജോ പറയുന്നത്, നമ്മൾ മൂന്നുപേരുള്ളപ്പോൾ കുഴപ്പമില്ല, പക്ഷേ അവളെ ഒരിക്കലും ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തില്ല, അവൾ അവരെ കടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ലീ പറയും, ഇല്ലില്ല അവൾ കടിക്കത്തില്ല, ഞാൻ പറയുന്നത് പോലെ തന്നെ അവളിപ്പോൾ കേൾക്കുന്നുണ്ട്, നമുക്ക് എന്തായാലും കൊണ്ടുപോകാം, അവൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവൻ അപ്പോഴും സമ്മതിക്കാത്തതുകൊണ്ട് അവസാനം നമ്മുടെ ഹീറോ കരഞ്ഞ് കാല് പിടിച്ചിട്ട് അവനെ കൊണ്ട് സമ്മതിപ്പിക്കും. അത് കഴിഞ്ഞ് ലീ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ വേറൊരാൾ വന്നിട്ടുണ്ട്. അതാരുമല്ല, ഷിൻ. അവളെ കാണുന്നതും അവളകത്തിരുന്ന് ആഹാരം കഴിക്കാണ്. പെട്ടെന്ന് അവന്റെ അമ്മയെ വിളിച്ചിട്ട്, അമ്മ ഇങ്ങ് വെളിയിൽ വന്നതെന്നും പറഞ്ഞ്, അല്ല അവള് സൂയിനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോനെ, അവൾ ഉറങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് അവള് കണ്ടിട്ടില്ല എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും വെളിയിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സൂ ഇപ്പോ ഈ ഡോറും തുറന്ന് വെളിയിലേക്ക് വരും. എന്നിട്ട് അവൾ അകത്തേക്ക് നടന്നു പോകുന്നതും ഇത് കണ്ട ഷിന്നാണെങ്കിലോ അവളുടെ പിറകെ റൂമിനകത്തേക്ക് നടന്നു പോകും. ഇത് കണ്ട നമ്മുടെ ലീയും ആ മുത്തശ്ശി ഓടി വന്നിട്ട് ഷിന്നിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടാണ്, ഏയ് അവൾ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണ്, അവളെ ആരും ബുദ്ധിമുട്ടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ പിന്നെ ഒരു ദിവസം വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഡോറങ്ങ് അടയ്ക്കും. അപ്പോഴേക്കും സൂ ആണെങ്കിലോ അകത്തിരുന്ന ആ ഒരു സോംബിയെ പോലെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ ഷിൻ അത് ശ്രദ്ധിക്കുന്ന സമയത്ത് ലീ പെട്ടെന്ന് ആ ഒരു വിസിലെടുത്ത് ശബ്ദം ഉണ്ടാകും. എന്നിട്ട് പറയും, ഓക്കെ ഓക്കെ അവൾക്കിപ്പോൾ നല്ല ദേഷ്യം വന്നിട്ടുണ്ട്, എന്തായാലും നീ ഇവിടെ നിന്ന് പോകുന്നു പറഞ്ഞ് ഷിന്നിനെ ഒരു വിധത്തിൽ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവസാനം ഷിന്നോട് തന്നെ പറയുന്നുണ്ട്, ഷിൻ ഇനി നീ ഇവിടേക്ക് വരരുത്, അതെന്തായാലും നിർത്തണം. അപ്പോൾ ഷിന്നിനൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഷിൻ അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞിപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ മുത്തശ്ശി ഈ മേക്കപ്പ് സാധനങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മുടെ സൂവിനെ ഒരുക്കാണ്. അപ്പോൾ മുഖത്തെല്ലാം നല്ലതുപോലെ ഓരോ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് ചുണ്ടിലെ ലിപ്സ്റ്റിക് എല്ലാം ഇട്ട് കൊടുക്കും. അതേസമയം വെളിയിൽ നമ്മുടെ ലീ നിൽക്കുമ്പോൾ അവന്റെ സുഹൃത്ത് ജോ ഉണ്ടല്ലോ ഈ തോറിനെ പോലെ വേഷം കെട്ടി വരികയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇവർക്ക് ആ ഒരു ഫെസ്റ്റിവലിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ സൂവിനെ ആ മുത്തശ്ശി വെളിയിലേക്ക് കൊണ്ടുവരുന്നു. അതും ഒരിക്കലും നല്ല സുന്ദരിയായിട്ട്. ഇപ്പോൾ കണ്ടാല് എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് മാത്രമേ പറയത്തുള്ളൂ, സോംബിയാണെന്ന് ഒരിക്കലും പറയത്തില്ല. സത്യം പറയല് ഇത് കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നമ്മുടെ സൂവിനെയും കൊണ്ട് നേരെ ആ ഒരു ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പോകുന്നു. അതേസമയം ഈ മുത്തശ്ശി ഈ ഗ്രാമത്തിലുള്ള ഒരു ക്ലബിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കാണ് അവിടെയുള്ള എല്ലാവരും എന്തോ സംസാരിച്ചിട്ട് ഇപ്പൊ അതിലെ മെയിൻ ലീഡറായിട്ടുള്ള ഒരാള് ഈ മുത്തശ്ശിയോട് ചോദിക്കും, അല്ല എന്റെ കൊച്ചുമാന്റെ പ്രായമുണ്ട് നിങ്ങളുടെ കൊച്ചുമാൾക്ക്, പിന്നെ അവളെ മാത്രം എന്താ സ്കൂളിലേക്ക് അയക്കാതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും അവൾക്ക് അസുഖമാണെന്ന്. അപ്പോൾ മുത്തശ്ശിയുടെ കൂട്ടുകാരി, അല്ല നീയല്ലേ പറഞ്ഞ സോംബിയാണെന്ന്. അപ്പോൾ മുത്തശ്ശി വിടുന്ന്, മിണ്ടാതിരിക്കും, നിനക്ക് എന്ത് ഓർമ്മക്കുറവുണ്ടോ, അവൾക്ക് അസുഖമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അയാൾ പറയും, ഓക്കെ എന്ത് തന്നെയായാലും ഈ സ്കൂളിന് 40 വർഷത്തെ പാരമ്പര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുമകളെ എന്തായാലും സ്കൂളിലേക്ക് വിടണമെന്ന് പറയുമ്പോൾ, ഇല്ല അവൾക്ക് അസുഖമാണ്, അവള് ഹോം സ്കൂളിലാണ് ഇപ്പോൾ വീട്ടിലുള്ളത്, അതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശി എഴുന്നേറ്റ് പോകുന്നതും ഇതെല്ലാം കേട്ട ഷിന്നുണ്ടല്ലോ അവൾക്ക് എന്തോ ഒരു സംശയം മണക്കുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശി വെളിയിലേക്ക് പോകുന്നതും ഇവരെല്ലാവരും ഏയ് അവിടെ നിൽക്ക് എന്നും പറഞ്ഞ് മുത്തശ്ശി പേടിച്ചിട്ട് ഓ എല്ലാവരും ഇത് മനസ്സിലാക്കിയെന്നും പറഞ്ഞ് തിരിയുന്നതും ഇവര് പെട്ടെന്ന് വൈറസ് എല്ലാം ഇല്ലാതായതുകൊണ്ട് നമ്മൾ ഇത് ആഘോഷിക്കാൻ പോവാണെന്നും പറഞ്ഞ് അവിടെ വെച്ചിട്ട് ഒരു പാർട്ടി തന്നെ നടത്തുകയാണ്. ഇപ്പം അതിൽ നമ്മുടെ മുത്തശ്ശിയാണ് പ്രധാനമായിട്ട് പാടി പാടി നടക്കുന്നത്. ബാക്കിയുള്ള അമ്മമാരും അപ്പൂവന്മാരും എല്ലാവരും ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ഒരു ഫെസ്റ്റിവലിൽ കാണിക്കുമ്പോൾ ഇവർ മൂന്നുപേരും അവിടേക്ക് വന്നിട്ട് ലീ ആണെങ്കിൽ പഴയ ഫോട്ടോ 2 വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഈ ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ടുണ്ട്, ആ ഫോട്ടോ എല്ലാം സൂവിനെ കാണിച്ചു കൊടുത്തിട്ട് മോളെ ഇതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടോ, ഓർത്തെടുക്കാൻ നോക്ക്, നിനക്ക് നല്ലതുപോലെ ഓർമ്മ വരുമെന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജോ ഫോണിൽ എന്തോ ഒരു കാര്യം കണ്ടിട്ട് ലീയെ വിളിച്ച് ഹേ ലീ ഇവിടേക്ക് വന്ന് നോക്ക് എന്നും പറഞ്ഞൊരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ പറഞ്ഞ ആ ഒരു മരുന്ന് അവരത് കണ്ടുപിടിച്ചു, ഇനി ഗവൺമെന്റിന്റെ അപ്രൂവൽ മാത്രം കിട്ടിയാൽ മതി, അങ്ങനെയാണെങ്കിൽ അതെന്തായാലും ഇവർക്ക് വാങ്ങിക്കാൻ കഴിയും. അങ്ങനെ ഈ സന്തോഷകാര്യം നമ്മുടെ ലീയോട് പറയുന്നതും ലീയെ സന്തോഷിച്ചിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് സൂവിനെ അവിടെ കാണുന്നില്ല. ഷെടാ അവൾ അവിടെ പോയെന്നും പറഞ്ഞ് രണ്ടുപേരും നോക്കി നിൽക്കുമ്പോൾ ഇവിടെ വീട്ടിലെ മുത്തശ്ശി പാർട്ടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ആ പൂച്ച ഉണ്ടല്ലോ അതില്ല കുടിച്ച് മദ്യവെച്ചതുപോലെ വെളിയിൽ കിടക്കാണ്. അങ്ങനെ അതിനെ നോക്കിയിട്ട് നീ എന്താ ഇങ്ങനെ കിടക്കുന്നതെന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. നമ്മുടെ ഷിന്നുണ്ടല്ലോ അവൾ അവളുടെ വാളും കൊണ്ട് വീടിനകത്തിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അവള് സത്യങ്ങൾ മനസ്സിലാക്കി
എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കും, നിങ്ങൾ ആ സോംബി ഒളിപ്പിച്ചു വെച്ചല്ലേ, എവിടെയാ സോംബി എന്ന് ചോദിക്കുന്നതും ഇവിടെ നമ്മുടെ സൂവിനെ കാണിക്കുമ്പോഴത്തേക്കാണ് സൂ ഇപ്പോൾ മണം പിടിച്ചിട്ട് എങ്ങോട്ടോ പോകുന്നു. ഈ ആളുകളുടെ ഇടയിലൂടെ കുറേ ദൂരം നടന്നു പോകുന്നതും വേറൊരു സ്ത്രീയെ വന്ന് ഇടിച്ച് സൂ നേരെ താഴേക്ക് വീഴും. അപ്പൊ ആ സ്ത്രീ സോറി മോളെ എന്ന് പറഞ്ഞ് പിടിക്കാനായിട്ട് വരുമ്പോൾ സൂ അവരെ നോക്കി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ സോംബികൾ നടക്കുന്നത് പോലെ നടന്നു പോകും. ഇത് കണ്ട ആ സ്ത്രീക്ക് എന്തോ സംശയം വരുന്നുണ്ട്. ഇവിടെ ലീയും ജോയും അവളെ അന്വേഷിക്കുന്ന ഓടാണ്, പക്ഷെ ഇവിടെയും കാണുന്നില്ല. അതേ സമയമാണ് നമ്മുടെ സൂവിനെ കാണിക്കുമ്പോൾ സൂ ഇപ്പോൾ ഈ കോൺ ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ഉണ്ട്, അത് വാങ്ങിക്കാനായിട്ടാണ് അവൾ വന്നിട്ടുള്ളത്. അപ്പൊ ആ കടക്കാരനാണെങ്കിലേ, ഓ മോളെ നിനക്ക് ഇതാണോ വേണ്ടത്, ഇപ്പൊ തരാന്നും പറഞ്ഞ് അവൾക്ക് അത് കൊടുക്കുന്നു. അങ്ങനെ അവൾ അതും തിന്നിട്ട് തിരിഞ്ഞു വരുന്നതും ആ കടക്കാരൻ അയ്യോ എന്റെ പണം താ എന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ലീ ഓടി വന്നിട്ട് സൂവിനെ കണ്ടുപിടിക്കും. എന്നിട്ട് മോളെ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു എന്ന് പറഞ്ഞ് അവനെ കെട്ടിപ്പിടിക്കുന്നതും ആ കടക്കാരൻ വന്നിട്ട് സാർ നിങ്ങളുടെ മകള് ഫുഡ് വാങ്ങിയിട്ട് പൈസ തന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ലീ പെട്ടെന്ന് എന്ത്, ഇവിടെയാണ് നമ്മുടെ സൂ പെട്ടെന്ന് ചുറോസേ എന്ന് പറഞ്ഞ ഒരു ഫുഡിന്റെ പേരെന്തോ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ലീ എന്താ ഒന്നുകൂടി പറയാൻ മോളെ എന്ന് പറയുമ്പോൾ അവൾ വീണ്ടും അതേ വാക്ക് പറയുന്നതും ജോ അവൾ പറയുന്നത് നീ കേട്ടോ, അതെ ഞാൻ വ്യക്തമായിട്ട് കേട്ടോ, അവൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും ആ ഷോപ്പ് നടത്തുന്ന അയാളോടും ചോദിക്കുന്നുണ്ട് നിങ്ങളിത് കേട്ടോ എന്ന് ചോദിച്ച് ലീക്കാണെങ്കിൽ അത്രയും സന്തോഷം. അവൻ പറയും ഇവിടെയുള്ള എല്ലാവർക്കും നിങ്ങൾ ആ സാധനം കൊടുത്തോ, പണം മുഴുവൻ ഞാൻ തരാമെന്ന് പറഞ്ഞ് നല്ല സന്തോഷിക്കുകയാണ്. കാരണം ഒരു സോംബിയായിട്ടിരുന്ന നമ്മുടെ സൂ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ സന്തോഷത്തിൽ അവരവിടെ നിൽക്കുന്നതും ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് ആ മുത്തശ്ശിയോട് ഷിൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സൂവിന്റെ അമ്മയ്ക്ക് അറിയോ അവളൊരു സോംബിയാണെന്ന്? അപ്പൊ മുത്തശ്ശി പറയും ഇല്ല എന്റെ മകൾക്ക് അത് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഷിൻ ഓടി വന്നിട്ട് ഓ സൂവിന്റെ അമ്മ നിങ്ങളുടെ മകളാണോ? അതെ. അപ്പോൾ ലീയുടെ കാര്യോ? അവനും എന്റെ മകനാണ്. അപ്പൊ ഷിൻ അതെങ്ങനെ ശരിയാവും, രണ്ടുപേരും നിന്റെ മക്കളാണെന്നുണ്ടെങ്കിലേ അവർക്കുണ്ടായ കുട്ടിയാണ് സൂ, ഇതെന്ത് ഭ്രാന്ത് കുടുംബമാണെന്ന് ചോദിക്കുമ്പോൾ ഷിൻ പെട്ടെന്ന് ഈ പട്ടാളക്കാരെ വിളിച്ചിട്ട് ഇവിടെ ഒരു സോംബിയാണെന്ന് പറയാനായിട്ട് വരുന്നതും ആ മുത്തശ്ശി പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിട്ടാണ് പറയുന്നത് അതെ എന്റെ മകളുടെ മകളാണ് സൂ, പക്ഷെ ഒരിക്കലും ലീയുടെ മകളല്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ് ഉണ്ട്. സത്യത്തിൽ ലീയുടെ മകളല്ല സൂ, അവന്റെ സ്വന്തം സഹോദരിയുടെ മകളാണ് സൂ. അതിനൊരു കഥയുണ്ട്, അതിപ്പോ എന്താണെന്ന് പറയാണ്. എന്താന്ന് വെച്ചാലേ സൂവിന്റെ അമ്മയും അതേപോലെ തന്നെ അവളുടെ ഭർത്താവും എന്താന്ന് വെച്ചാല് സൂവിന്റെ അച്ഛൻ എപ്പോഴും പണം പണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളായിരുന്നു. ഒരിക്കലും തന്റെ കുടുംബത്തെ അയാൾ നല്ലതുപോലെ നോക്കിയിരുന്നില്ല. വീട്ടിലെ പണം എല്ലാം കൊണ്ടുവന്നിട്ട് അവൻ വെറുതെ ദൂർത്തടിച്ച് കളയും. പക്ഷെ അതൊരിക്കലും നമ്മുടെ ലീക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ദിവസങ്ങളും ഇവര് രണ്ടുപേരും വഴക്കിലാണ്. അങ്ങനെ സൂവിന്റെ അമ്മ അവളുടെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്യും. അതിനുശേഷം സൂവിനെ നോക്കിയിരുന്നത് ലീ ആണ്. അങ്ങനെ ഒരു ദിവസം ഷിന്നുണ്ടല്ലോ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ജോ ഇതറിഞ്ഞിട്ട് ഹേയ് ക്ലബിൽ അവള് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് ഇവിടേക്ക് വരാൻ പറയുന്നതും വീട്ടിലാണെങ്കിൽ സൂവിന്റെ അമ്മയില്ല, അവള് വെളിയിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് ലീ മാത്രമല്ലായിരുന്നു വീട്ടില്. ഇപ്പോൾ ഷിന്നിനെ കാണാനായിട്ട് അവന് പോവാതിരിക്കാനും കഴിയത്തില്ല. സൂ ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അവൻ അത് വലിയ കാര്യമൊക്കെ പെട്ടെന്ന് ഷിന്നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് പോകും. ആ സമയത്താണ് സൂവിന്റെ അമ്മ ലീയെ വിളിക്കുന്നത്. എന്നിട്ട് പറയും അല്ല നീ എവിടെ, കുഞ്ഞുറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഞാനിതുപോലെ ഷിന്നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ സൂവിന്റെ അമ്മ പെട്ടെന്ന് ആ കുഞ്ഞിനെ നീ അവിടെ ആക്കിയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നേക്കാണോ, എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞുവിടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നീ പെട്ടെന്ന് വരാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് പറയും. അങ്ങനെ സംസാരിച്ച് സൂവിന്റെ അമ്മയാണെങ്കിൽ ഇപ്പോൾ റോഡിൽ നിൽക്കാണ് സിഗ്നലിന് വേണ്ടിയിട്ട്. അങ്ങനെ സിഗ്നൽ കാണിക്കുന്നതും സൂവിന്റെ അമ്മ റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒരു കാറ് നിർത്താതെ കൊണ്ടുവന്നിട്ട് സൂവിന്റെ അമ്മയെ ഒറ്റയിടി. അങ്ങനെ ആ ആക്സിഡന്റിൽ സൂവിന്റെ അമ്മ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ലീക്ക് അത്രയും വിഷമായി പോയി. അവനോട് ഫോണിൽ സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് അവൾക്ക് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം പിന്നീട് ലീ ഒരിക്കലും വേറൊരാളെ വിവാഹം കഴിച്ചില്ല. തന്റെ സഹോദരിയുടെ മകളായിട്ടുള്ള സൂവിനെ വളർത്താൻ തന്നെ അവൻ തീരുമാനിച്ചു, അത് സ്വന്തം അച്ഛനായിട്ട്. സൂവിന്റെ അമ്മയുടെ മരണശേഷം അവളുടെ ഇൻഷുറൻസ് തുകയെല്ലാം അവളുടെ ഭർത്താവ് തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയി. അവനിപ്പോ സ്വന്തം കുഞ്ഞിനെയും വേണ്ട, അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയും. അങ്ങനെ എല്ലാ സത്യങ്ങളും പറഞ്ഞു നിൽക്കുന്നതും നമ്മുടെ ഹീറോയും സൂയും തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇവര് നല്ല ഹാപ്പിയായിട്ട് അകത്തേക്ക് കയറി വരുമ്പോൾ ഷിന്നാണെങ്കിൽ ആ ഒരു വാളും വെച്ചിട്ട് അങ്ങനെ നിൽക്കാണ്. ഇപ്പോൾ ജോ വന്നിട്ട് അവളെ തടയും. അപ്പോൾ ലീ ആണെങ്കിൽ ജോയെ ഇങ്ങനെ മാറ്റിയിട്ട് അവൾ എന്തുവേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. ലീ പറയും നീ എന്റെ മകളെ എന്താ ചെയ്യാൻ പോന്നേ? അപ്പോൾ ഷിൻ അത് നിന്റെ മകളല്ല, നീ മാറി നിൽക്കാൻ പറയുമ്പോൾ ലീ ഒരിക്കലും മാറത്തില്ല. അതുപോലെ സൂവിനാണെങ്കിൽ അവളെ കാണുമ്പോഴത്തേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ഷിൻ പെട്ടെന്ന് വാളെടുത്തൊരു ഒറ്റ വെട്ട് അത് നമ്മുടെ ലീയുടെ മുതുകിലാണ് കൊള്ളുന്നത്. കാരണം അവൾ ആ ഒരു വാളിന്റെ ആ ഒരു കവർ ഉണ്ടല്ലോ അതെടുത്ത് മാറ്റിയിരുന്നില്ല. എന്നിട്ട് ഷിൻ പറയും ലീ മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് അവള് വാള് വീശുമ്പോഴത്തേക്കും സൂ പെട്ടെന്ന് ദേഷ്യപ്പെടും. അപ്പോൾ ലീ സൂ അടങ്ങിയിരിക്കെ, ദേഷ്യപ്പെടേണ്ട ആവശ്യമില്ല, സമാധാനപ്പെടാൻ പറയുമ്പോൾ അവള് സമാധാനപ്പെടുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്കാണ് ഷിന്നിന് ഒന്നും മനസ്സിലാവുന്നില്ല, ഒരു സോംബി ഇവൻ പറയുന്നത് എങ്ങനെ കേൾക്കുന്നു എന്നാണ് അവൾ നോക്കുന്നത്.
അങ്ങനെ ഷിന്നിനെ ഒരു വിധത്തിൽ തടയുമ്പോഴത്തേക്കാണ് ആ മുത്തശ്ശി മറ്റൊരു ട്വിസ്റ്റ് കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാല് ഇവർ ആ ഒരു പാർട്ടിയെല്ലാം കഴിഞ്ഞ് കുടിച്ചിട്ടിരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി അറിയാതെ സൂവിനെ സ്കൂളിൽ വിടാന്ന് പറഞ്ഞുപോയി. ഇത് കേൾക്കുമ്പോൾ ലീ പറയും, അതെങ്ങനെയാ അമ്മ അവളെ സ്കൂളിൽ വിടുന്നേ? അപ്പോൾ ഷിൻ പറയും, അതെ, ആ സോംബിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവളെ എന്തായാലും നമുക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനും കഴിയും. പിന്നെ ആ ഒരു പാർക്കിൽ വെച്ചിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ നീ പറഞ്ഞു? അപ്പോൾ ലീ പറയും, അതെ, പക്ഷേ അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് ആരെയും ഉപദ്രവിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മകളെ നീ സോംബി എന്ന് വിളിക്കരുത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂവിന് സ്കൂൾ യൂണിഫോമും ബാഗെല്ലാം കൊടുത്തിട്ട് അവളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടാൻ പോവാണ്. എന്നിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ മുത്തശ്ശിയുടെ കയ്യിൽ കടിക്കാൻ വരുമ്പോൾ മുഖത്തിട്ടൊരു ഒറ്റ തട്ട്. എന്നിട്ട് ഹീറോ പറയും, മോളെ കടിക്കരുത്, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് അവൾ നേരെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നതും. ഇപ്പോൾ ക്ലാസ് മുറിയിൽ വന്നിട്ട് നമ്മുടെ ഷിൻ പറയുന്നുണ്ട് മറ്റു കുട്ടികളോട്, അവൾക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, അതുകൊണ്ട് നല്ലപോലെ സംസാരിക്കാനൊന്നും കഴിയത്തില്ല, അവൾ നമ്മളോടൊപ്പം ഇനി പഠിക്കാൻ പോകണമെന്നും പറഞ്ഞ് സൂവിനെ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തും. എന്നിട്ട് നമ്മുടെ ഹീറോയോട് സംസാരിക്കാൻ വേണ്ടി ഷിൻ വെളിയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികളുണ്ടല്ലോ, അവർ വന്നിട്ട് സൂവിനെ വെറുതെ ശല്യപ്പെടുത്താണ്. നീ എന്താ മേക്കപ്പ് ഒരുപാട് ധരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് അവളുടെ മുഖത്തൊക്കെ ഇട്ട് പിടിക്കുന്നു. ആകെ അവളിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കടിക്കുന്നതെന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. അവസാനം സൂവിന് ദേഷ്യം വരുമ്പോഴത്തേക്കും ഈ പെൺകുട്ടികൾ അലറി വിളിക്കുന്നു. അങ്ങനെ ഷിൻ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് എന്തു പറ്റി, അവൾ നിന്നെ കടിച്ചോന്ന് ചോദിച്ച് സൂവിന്റെ കണ്ണിൽ നോക്കുമ്പോഴത്തേക്കാണ് അവളുടെ കണ്ണിൽ വെച്ചിരുന്ന ലെൻസ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയി. അപ്പോൾ ഹീറോ ഓടി അകത്തേക്ക് വന്നിട്ട് ഇല്ല മകളെ, പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവളുടെ ലെൻസ് ഇപ്പോൾ ശരിയാക്കി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് സ്കൂളിലെ ഇവരിപ്പോൾ ഈ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവാണ്. അപ്പോഴേക്കും ഒരു പെൺകുട്ടികൾ കളിച്ചിട്ട് ബോള് സൂവിന്റെ അടുത്തേക്ക് വരുമ്പോൾ സൂ അതെടുത്ത് ഇവർക്ക് എറിഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. അവരടുത്തേക്ക് വരുമ്പോഴത്തേക്കും കയ്യിൽ നിന്നങ്ങ് വീടും. അപ്പോൾ ഈ കുട്ടികൾ പറയും, എന്താ ടീച്ചർ ഇതെന്ന് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് ഇവിടെ പറ്റിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു ബാളും കൊണ്ടുവന്ന് കളിച്ച് അവസാനം സൂവിനോട് പറയും ഇത് പിടിക്കാൻ പറഞ്ഞൊരു ഒറ്റയേറ്. പക്ഷെ സൂവിന് പിടിക്കാറിയാത്തത് കൊണ്ട് തന്നെ അവളുടെ മുഖത്തേക്ക് ബോൾ വന്നിടിച്ച് ഒരു സൈഡിങ് ചളുങ്ങിപ്പോവും. പെട്ടെന്ന് അവൾ താഴേക്ക് വന്ന് വീഴും. അപ്പൊ അവിടെ നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നു, ഓടി വന്നിട്ട് സൂവിനെ പൊക്കിയെടുത്ത് നേരെ ജോയിയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ മുഖം ഇപ്പോൾ ശരിയാക്കാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ഇങ്ങനെ ശരിയാക്കി വെക്കുമ്പോൾ അടുത്ത സൈഡ് അതേപോലെ ആയിരിക്കും. അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ച് മുഖം റെഡിയാക്കി വെക്കുന്നതും ഷിന്നിപ്പോൾ അകത്തേക്ക് കയറി വരും. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു ബാഗ് ഉണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ ലീഡ് കയ്യിൽ കൊടുക്കുമ്പോൾ അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ ഇല്ല അവളുടെ സുഹൃത്തുക്കൾ തന്നതാണ്, ആപ്പിളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ സുഹൃത്തുക്കളുണ്ടല്ലോ പിള്ളേര്, അവർ വെളിയിൽ നിന്നിട്ട് സൂവിനെ കൈ കാണിക്കും. അപ്പോൾ സൂവും അവരെ നോക്കിയിട്ട് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീയും അതേപോലെ തന്നെ ഷിന്നും ഒരിടത്തിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴും നമ്മുടെ ഷിൻ പറയുന്നുണ്ട് എനിക്ക് സോംബികളെ ഒട്ടും ഇഷ്ടമല്ല, അവൾ ഇങ്ങനെയെല്ലാം കാണിക്കുന്നത് കാണുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്നെല്ലാം അവൾ പറയുന്നുണ്ട്. കാരണം അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പയ്യൻ സോംബിയായിട്ടാണല്ലോ മരിച്ചുപോയത്, ആ ഒരു ദേഷ്യമാണ് അവൾക്ക്. അതേസമയം വീട്ടിലെ ഈ മുത്തശ്ശി നമ്മുടെ സൂവായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് വീടിന് വെളിയിൽ ആരോ വന്നിട്ടുണ്ട്. മുത്തശ്ശി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, സൂവിന്റെ യഥാർത്ഥ അച്ഛൻ. ഇപ്പൊ അവൻ ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്നറിയോ? പെട്ടെന്ന് ആ ഒരു മുത്തശ്ശി ഒരു വീഡിയോ എടുത്ത് കാണിക്കും. ഇതുപോലെ സൂ ഒരു സോംബിയാണെന്ന് ഇവൻ എങ്ങനെയോ മനസ്സിലാക്കി. അതുകൊണ്ട് സൂവിനെ കൊണ്ടുപോകാനായിട്ടാണ് അവൻ വന്നിട്ടുള്ളത്. അപ്പൊ ഈ മുത്തശ്ശി അവനെ ഒരുപാട് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. നമ്മുടെ സൂവിനെ പിടിച്ച് മുത്തശ്ശിയെ വെളിയിൽ തള്ളിയിട്ടിട്ട് അവൻ കൊണ്ടുപോകുന്നു. അപ്പൊ ഇതേ കാര്യം മുത്തശ്ശി പെട്ടെന്ന് തന്നെ നമ്മുടെ ലീയെ അറിയിക്കും. എന്താണെന്ന് വെച്ചാൽ ലീ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ മുത്തശ്ശി ഈ കാര്യം പറയും. ഇത് മനസ്സിലാക്കിയ ലീ ആണെങ്കിലോ ഈ ഗ്രാമത്തിൽ നിന്ന് വെളിയിലേക്ക് പോകാനായിട്ട് ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് മനസ്സിലാക്കി ലീ അവിടെ നിന്ന് ഓടുകയാണ്. അത് ഈ മലയുടെ മുകളിലൂടെ എല്ലാം ഓടി അവസാനം അവന്റെ കാറിന് മുന്നിലേക്ക് വന്നങ്ങ് വീഴും. അങ്ങനെ അവനാണെങ്കിലോ ലീയെ കാണുന്നതും കാർ പെട്ടെന്നങ്ങ് ബ്രേക്ക് അടിക്കുന്നു. ഇടിച്ചില്ല എന്നുള്ള രീതിയിൽ ലീയുടെ അടുത്തങ്ങ് വന്ന് നിൽക്കും. എന്നിട്ട് ലീ നേരെ കാറിന്റെ പിറകിലേക്ക് പോകുമ്പോൾ അവൻ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചിരിച്ചടുത്തേക്ക് വരുന്നതും ഒരൊറ്റ ഇടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും ഡോറ് തുറന്ന് ബാ മോളെ നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് അവളുടെ ആ ഒരു സീറ്റ് ബെൽറ്റ് അഴിക്കുന്നു. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ലീയെ അടിക്കുകയാണ്. അങ്ങനെ അവനെ അടിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ അമ്മയെ കൊന്നതുപോലെ മകളെയും കൂടെ വെച്ചിട്ട് നീ കൊല്ലാൻ പോവാണോ എന്നും പറഞ്ഞ് ലീ അടിക്കുന്നത്. ലീ ഇപ്പൊ എഴുന്നിട്ടാണ് പറയുന്നത് നീ ഇപ്പൊ ഇത്രയും നാളെ എവിടെ പോയിരുന്നു, ഞാനാണ് ഇത്രയും കാലം അവളെ നോക്കിയതെന്ന് പറയുമ്പോൾ അവൻ പറയും നീ കാരണമാണ് എന്റെ ഭാര്യ മരിച്ചത്, അതുപോലെ എന്റെ മകളും ഇല്ലാണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ലീ പറയും ഇല്ല, ഇപ്പൊ നിനക്ക് എന്തായാലും നിന്റെ മകളുടെ ആവശ്യമില്ല, അവളൊരു സോംബിയാണ്, അവൾ അങ്ങനെ തന്നെ ആവട്ടെ, ഒരു കുഴപ്പമില്ല, നീ ഇപ്പൊ അവളെ നോക്കണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ലീക്ക് പെടുന്ന ദേഷ്യം വന്ന് അവനെ പിടിച്ച് താഴെ കിട്ടിട്ട് നല്ലതുപോലെ ഇടിക്കാൻ തുടങ്ങും. ഇടി കൊള്ളുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഇല്ല നമുക്ക് രണ്ടുപേർക്കും വീതിച്ചെടുക്കാം, ഓക്കെ അല്ലേ എന്ന് പറയുന്നു. എന്താന്ന് വെച്ചാല് അവൻ അച്ഛന്റെ സ്നേഹം ഉള്ളത് കൊണ്ടൊന്നല്ല അവളെ കൊണ്ടുപോകാൻ വന്നത്. സോംബികളെ ഗവൺമെന്റിന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് അതിലൂടെ പണം കിട്ടും, അത് നല്ല രീതിയിൽ തുക കിട്ടും, അതിനു വേണ്ടിയിട്ടാണ് സൂവിനെ കൊണ്ടുപോകാനായിട്ട് അവൻ വന്നത്. എന്നിട്ട് ലീയോട് പറയുന്നത് എന്താണെന്നറിയോ, കിട്ടുന്നതിൽ പാതി പണം നിനക്ക് തരാം, ഇപ്പൊ ഓക്കെ അല്ലേ, നമുക്ക് അവളെ എന്തായാലും അവർക്ക് കൊടുക്കാന്ന് പറയുമ്പോൾ ലീ ഇപ്പൊ ഇത് കേട്ടിട്ട്
ഒന്നും മിണ്ടാൻ കഴിയാതെ നിൽക്കുന്നതും പെട്ടെന്ന് അവൻ ലീയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒറ്റക്കടി, എന്നിട്ട് ലീയെ ചവിട്ടി താഴേക്കിട്ട് കമ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഓ അപ്പൊ നിനക്ക് പാതി വേണമല്ലേ എന്നും പറഞ്ഞ് ലീയെ നല്ലതുപോലെ അടിക്കുന്നു. ഇവൻ ഓരോ തവണ ലീയെ അടിക്കുന്നതോറും നമ്മുടെ സൂവിനാണെങ്കിലോ ദേഷ്യം കൂടിക്കൂടി വരികയാണ്. അവൾക്കാണെങ്കിൽ ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. ഒരവസരത്തില് അവളുടെ നിയന്ത്രണം വിട്ട് അവള് സോംബിയായിട്ട് മാറി ഓടി വന്ന് അവളുടെ അച്ഛന്റെ കഴുത്തിലേക്ക് പിടിച്ച് അവനെ കടിച്ചു കൊടുക്കും. അങ്ങനെ കടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും ലീ വന്നിട്ട് സൂവിനെ പിടിച്ച് സൂ നീ എന്താ ഈ ചെയ്യുന്നേ, ആരെയും കടിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് അവളെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോഴേക്കാണ് അവള് കുറച്ച് സമാധാനപ്പെടുന്നത്. ആ സമയത്താണെങ്കിലോ അവളുടെ അച്ഛൻ പെട്ടെന്ന് എഴുന്നേറ്റ് കടി കൊണ്ടതുകൊണ്ട് തന്നെ അവനും ഒരു സോംബിയായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേറെ വഴിയില്ല. ലീ ആണെങ്കിൽ തന്റെ കയ്യിലുള്ള ആ ഒരു കമ്പി എടുത്ത് അവൻ ഓടി അടുത്തേക്ക് വരുന്നതും ഒരൊറ്റയടി സൂവിന്റെ അച്ഛനെ ഏതായാലും അവിടെ വെച്ച് കൊന്നു എന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ സൂവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവന്റെ അമ്മയുടെ അടുത്ത് സൂവിനെ ഏൽപ്പിച്ചിട്ട് ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് ലീ നേരെ പോകുന്നത് ജോയെ കാണാൻ വേണ്ടി. അവിടെ വെച്ചിട്ടാണ് ജോയോടൊരു കാര്യം പറയുന്നത്. ഞാൻ ഇവിടേക്ക് വരുമ്പോ തന്നെ സൂ ആ ഒരു സോംബിയായിട്ട് മാറിയിരുന്നു. ഞാൻ നിന്നോട് കള്ളം പറഞ്ഞതാണ്. അതുമല്ല ഇനി എന്തായാലും സൂ മറ്റുള്ളവർക്ക് ഒരു അപകടമായിട്ട് മാറത്തില്ല. കാരണം ഞാൻ സൂവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പോവാണെന്ന് പറയുമ്പോൾ ജോ പറയും അല്ലല്ലേ നിനക്കത് എങ്ങനെ പറയാൻ കഴിയും, നീ എവിടെയും പോകാൻ പോകുന്നില്ല, സൂവിനെ നമ്മൾ ശരിയാക്കും, ഒരു കുഴപ്പം സംഭവിക്കത്തില്ല എന്ന് പറയുമ്പോൾ ലീ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടാണ് അവന്റെ അമ്മയോട് പറയുന്നത് അമ്മ ഞാൻ എന്തായാലും സൂവിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാൻ പോവാണ് എന്ന് പറയുമ്പോൾ അവന്റെ അമ്മ പറയും ഞാനും നിന്നോടൊപ്പം വരും. ഇല്ല അമ്മ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാനും നിങ്ങളോടൊപ്പം വരുമെന്നും പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും ഇവർ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറ്റുകയാണ്. എന്നിട്ട് എല്ലാവരുമായിട്ട് ഇവിടെ നിന്ന് പോകാൻ തന്നെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോഴാണ് ലീ പെട്ടെന്ന് ഒരു കത്ത് എടുത്തിട്ട് മുത്തശ്ശിയുടെ കൊടുത്ത് അമ്മ ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരണം, അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ളവരോട് യാത്ര വേണ്ടി നിൽക്കാം. അപ്പൊ അവന്റെ അമ്മ പറയും ഓ ഇനി ഇതും കൊണ്ട് പോസ്റ്റ് ചെയ്യണോ, ശരി ഞാൻ കൊണ്ടുപോയിട്ട് വരാം, നീ എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു പറഞ്ഞിട്ട് ആ മുത്തശ്ശി അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. ടൗണിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഷിൻ ഉണ്ടല്ലോ കാറിൽ വന്നിട്ട് എവിടേക്കാ പോകുന്നേ, ഈ കത്തൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഓ അങ്ങനെയാണോ, ഞാൻ കൊണ്ടാക്കാന്നും പറഞ്ഞ് ഷിന്നിന്റെ കാറിൽ ആ അമ്മേനെ വിളിച്ചിട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരുപാട് പട്ടാളക്കാരുടെ വണ്ടികളുണ്ടല്ലോ അത് ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്താന്ന് വെച്ചാല് നമ്മുടെ സൂ ഒരു സോംബിയാണെന്നുള്ള കാര്യം അവളുടെ അച്ഛനെങ്ങാണ്ടോ ഇവർക്ക് മെസ്സേജ് അയച്ചെന്ന് തോന്നുന്നു. അതുവഴി ഇവരെല്ലാവരും അറിഞ്ഞിട്ട് സൂവിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരുന്നത്. അപ്പോഴേക്കാണ് നമ്മുടെ മുത്തശ്ശി പെട്ടെന്ന് ആ ഒരു ലെറ്റർ എടുത്തിട്ട് അതെടുത്ത് വായിച്ചു നോക്കുന്നതും അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അറിയോ, ലീ ഇപ്പോൾ പറയുന്നത് അമ്മ എന്നോട് ക്ഷമിക്കണം, ഈ കത്ത് നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ എന്തായാലും സൂവിനോടൊപ്പം അവിടെ ഉണ്ടാവത്തില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. ഷിൻ ജോ എല്ലാവരോടും നന്ദി മാത്രമേ ഉള്ളൂ. അതേപോലെ എന്റെ പൂച്ചയെ വീട്ടിൽ തന്നെ നിർത്തിയിട്ടുണ്ട്, അതിനെ അമ്മ നോക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു കത്ത് എഴുതുന്നതും ഇവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ട് എല്ലാവരും തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. അതേസമയം ആ ഒരു പട്ടാളക്കാരാണെങ്കിലോ ലീയുടെ വീട്ടിലേക്ക് കയറിയിട്ട് അതിനകത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ ആ ഒരു പൂച്ച മാത്രമേ ഉള്ളൂ. അവരെ രണ്ടുപേരെ ഇവിടെ കാണുന്നില്ല. അങ്ങനെ മുത്തശ്ശി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും മീഡിയയും അതേപോലെ തന്നെ അവിടെയുള്ള ആളുകള് പട്ടാളക്കാരി എല്ലാവരും ഉണ്ട്. ഇവര് രണ്ടുപേരും എവിടെ പോയെന്ന് അറിയത്തില്ല. അതേസമയം നമ്മുടെ സൂവിനെ ലീനെ കാണിക്കുമ്പോൾ രണ്ടുപേരും ആ ഒരു പഴയ ഷെഡ് ഉണ്ടല്ലോ അതിനകത്തിരിക്കുകയാണ്. കാരണം ഇവിടെ ഈ കടലിന് നടുവിലുള്ള ആ ഒരു ദ്വീപിലേക്കാണ് ഇവർ രണ്ടുപേരും പോകാൻ പോകുന്നത്. എന്നിട്ട് സൂവിനോട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഇനി നമുക്ക് അവിടെ പോയിട്ട് ഒരുമിച്ച് ജീവിക്കാന്ന് പറയുമ്പോൾ സൂ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, നല്ലതുപോലെ തന്നെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ഷെഡ് മുഴുവനായിട്ടും ആ ഒരു പട്ടാളക്കാരി വെളിയിൽ വന്ന് വളയുന്നു. അങ്ങനെ രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു കടൽ വഴിയും പട്ടാളക്കാർ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഷെഡ് അടച്ചിട്ട് രണ്ടുപേരും അതിനകത്ത് തന്നെ നിൽക്കാണ്. അപ്പോഴാണ് പട്ടാളക്കാർ വെളിയിലേക്ക് വന്നിട്ട് ഇപ്പോ ആ അമ്മൂമ്മയുണ്ടല്ലോ അവര് വന്ന് ലീയെ വിളിച്ചിട്ട് മോനെ ഇത് അമ്മയാണ്, മേധാവിക്ക് നിന്നോട് സംസാരിക്കണോന്ന് എന്ന് പറയുമ്പോൾ ലീ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് പോയി നിൽക്കുന്നതും ആ പട്ടാളക്കാരൻ വന്നിട്ട് പറയും മിസ്റ്റർ ലീ നിങ്ങളിപ്പോ രോഗബാധിതനോടൊപ്പമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വെളിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ലീ പെട്ടെന്ന് സൂവിനെ നോക്കിയിട്ട് അതെ ഞാൻ തെറ്റ് ചെയ്തു, നിങ്ങളോട് അത് പറയണമായിരുന്നു, പക്ഷേ ഞാനത് പറഞ്ഞില്ല, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അവര് പറയും ലീ നീ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരണം, ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ലീ പറയുമില്ല, സാധാരണ രോഗബാധിതര് അപകടകാരികളാണ്, പക്ഷെ എന്റെ മകൾ അങ്ങനെയല്ല, അവള് മറ്റുള്ളവരെ കടിക്കാറില്ല, അതുപോലെ ഇപ്പൊ അവള് സംസാരിക്കും. അപ്പൊ ആ പട്ടാളക്കാരൻ പറയും നിങ്ങളോട് സംസാരിക്കാൻ സമയമില്ല, ഡോർ തുറക്കാൻ പറയുമ്പോൾ അവൻ പറയും ഇല്ല ഞാൻ ഡോർ തുറക്കാം, പക്ഷെ എന്റെ മകളെ നിങ്ങൾ കൊല്ലരുതെന്ന് പറയുമ്പോൾ സോറി കുറ്റവാളികളുമായിട്ട് സംസാരിക്കാണ്ട് ഞങ്ങൾക്ക് സമയമില്ല എന്നും പറഞ്ഞിട്ട് അവരിപ്പോ ജനാലെല്ലാം ഇടിച്ച് പൊളിക്കാണ്. അതുമല്ല ഈ ഒരു ഡോർ ഇടിച്ച് പൊളിക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ലീ പതിയെ സൂവിനടുത്തേക്ക് നടന്നു വന്നിട്ട് അവളുടെ മുന്നിൽ എഴുന്നിട്ടാണ് അവളോട് പറയുന്നത് സൂ അച്ഛനെ കടിക്ക്, എന്നെ നീ കടിക്ക്, അവർ കൊല്ലുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരെയും കൊല്ലട്ടെ, നമുക്ക് ഒരുമിച്ച് മരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും സൂ ഒരിക്കലും അവനെ കടിക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ലീ പറയും നീ എന്താ ഇങ്ങനെ ചെയ്യുന്നേ, എന്നെ കടിക്ക്, നീ എവിടെ പോയാലും അച്ഛനും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. സൂ കുറച്ചു നേരം അത് ചെയ്തില്ല എന്നുള്ള രീതിയിൽ മാറി നിന്നിട്ട് അവസാനം അവൻ പറയുന്നത് കേൾക്കാണ്. അങ്ങനെ ലീ സൂവിനെ കെട്ടിപ്പിടിച്ചതിനെ ഇരിക്കുന്നത് സൂ ആണെങ്കിൽ അവന്റെ കഴുത്തിലേക്ക് കടിക്കുകയും ചെയ്യുന്നു. അവസാനം ഈ പട്ടാളക്കാരെ ഡോർ ഇടിച്ചു തുറന്ന് അകത്തേക്ക് വന്നിട്ട്
രോഗബാധിതന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറയുന്നതും നമ്മുടെ ലീയും പതിയെ ആ ഒരു സോംബിയായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പട്ടാളക്കാരാണെങ്കിലോ ഇവരെ രണ്ടുപേരെ എയിം ചെയ്യാണ്. എന്നിട്ട് സൂവിനെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് ലീ എഴുന്നേറ്റ് അവരെ അങ്ങ് തടയുമ്പോഴത്തേക്കും ബുള്ളറ്റ് കൊള്ളുന്നത് നമ്മുടെ ലീക്ക്. അങ്ങനെ വെടികൊണ്ട് ലീ നേരെ താഴേക്ക് വീഴുമ്പോ സൂ കുറച്ചു നേരം അങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നു. അപ്പൊ ഈ പട്ടാളക്കാർ അവളെ നോക്കുന്നുണ്ട്. അവളെ വെടിവെച്ച് കൊല്ലാനായിട്ട് വരുമ്പോഴത്തേക്കാണ് സൂ പെട്ടെന്ന് പതിയെ പതിയെ വാ തുറന്ന് അപ്പാന്നും പറഞ്ഞിട്ട് കരയാൻ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ലീക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവളുടെ ഓർമ്മ മുഴുവനായിട്ട് തിരിച്ചു വരുന്നത് പോലെ സൂ ഇപ്പോ പതിയെ പതിയെ അപ്പ അപ്പാന്ന് വിളിച്ചിട്ട് അവസാനം അവൾ നല്ലതുപോലെ ആ ഒരു ഓർമ്മകളെല്ലാം തിരിച്ചു വരുന്നു. ഈ വൈറസ് ആണെങ്കിൽ പതിയെ നശിക്കുകയും ചെയ്യുന്നു. സൂ ഇപ്പോ അപ്പാന്ന് വിളിച്ച് കരയുന്നതും അതിനു മുന്നേ തന്നെ നമ്മുടെ ലീ മരിക്കുകയും ചെയ്യാണ്. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കരയുന്നതും ഈ പട്ടാളക്കാരെന്തായാലും അവളൊന്നും ചെയ്യത്തില്ല. കാരണം ഒരു സോംബി ഇതുപോലെ സംസാരിക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മുടെ ലീ മരിച്ചു. അങ്ങനെ ഇവര് തമ്മിലുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് എല്ലാം നമുക്കിപ്പോ കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ കാണിക്കുമ്പോഴത്തേക്കും ഈ മുത്തശ്ശി അതേപോലെ തന്നെ ജോ, ഷിൻ ഇവരെല്ലാവരും സൂവിന്റെ മുന്നിൽ നിന്നിട്ട് സൂ കണ്ണുറക്ക് ഇത് മുത്തശ്ശിയാണെന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ സൂയുടെ ദേഹത്തുള്ള ആ ഒരു വൈറസ് എല്ലാം മാറിയിട്ടുണ്ട്. അവളിപ്പോ ഭേദമായി, അവളിപ്പോ കണ്ണു തുറക്കുന്നു. അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് എല്ലാവരും കരയാണ്. അങ്ങനെ സൂ എഴുന്നേറ്റ് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയാണ് അടുത്തൊരു ടെസ്റ്റ്. നമ്മുടെ മുത്തശ്ശി സൂവിനെ കൂട്ടി മറ്റൊരു മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ലീ കിടക്കുകയാണ്. എന്താന്നല്ലേ ഇപ്പൊ ന്യൂസിലെല്ലാം ലീയെ പറ്റിയുള്ള കാര്യം കാണിക്കുന്നുണ്ട്. ഇതുപോലെ ലീ എന്ന് പറഞ്ഞ ഒരാള് തന്റെ മകള് സോംബിയായി മാറിയിട്ടും ഗവൺമെന്റിനെ അറിയിക്കാതെ അത്രയും കാലം ഒളിപ്പിച്ചു വളർത്തി. അതുപോലെ ഇപ്പോൾ ലീ ആശുപത്രിയിലാണ്. തന്റെ മകളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് പട്ടാളക്കാർ ഷൂട്ട് ചെയ്തു. അതും കോമ സ്റ്റേജിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം. ലീയുടെ രക്തത്തിൽ ആന്റിബോഡികൾ ഉള്ളതായിട്ട് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീയുടെ രക്തം വെച്ച് അസുഖം ബാധിച്ചവരെ ഭേദമാക്കാനായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പം കഴിയുമെന്നും ന്യൂസിലൂടെ പറയുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലീക്ക് ഈ വൈറസിനെ ചെറുക്കാനായിട്ടുള്ള കഴിവുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ലീക്ക് കിട്ടിയതെന്നല്ലേ, നമ്മുടെ സൂവിനെ അവൻ പരിശീലിപ്പിക്കുമല്ലോ ഓരോ കാര്യങ്ങളായിട്ട്. ആ സമയത്തെല്ലാം അവന് ചെറിയ രീതിയിലുള്ള പരിക്കുകളെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ ദേഹത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചില ചെറിയ മുറിവുകളെല്ലാം സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവൻ ആ ഒരു വൈറസ് ബാധിച്ചിട്ടില്ല. അങ്ങനെയാണ് ഡോക്ടർമാർക്ക് മനസ്സിലായത് അവന് ആന്റിബോഡി ഉണ്ടെന്ന്. അതുമല്ല, ഇവരെ രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ലീയുടെ രക്തത്തിൽ നിന്നും ആന്റിജനുകൾ മാറ്റിയിട്ടാണ് അത് സൂവിന് കൊടുത്തിട്ട് അവളുടെ അസുഖം പെട്ടെന്ന് തന്നെ ഭേദമാക്കിയത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ഇപ്പോൾ സൂ നേരെ ലീയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് കരയുമ്പോഴത്തേക്കാണ് ആ മുത്തശ്ശി അവൾ സോംബിയായിട്ടിരിക്കുന്ന സമയത്ത് അവളെ ട്രെയിനിങ് ചെയ്യിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അവ ഫോട്ടോ എടുത്ത് ഒരു ബുക്ക് തയ്യാറാക്കിയിരുന്നല്ലോ, അതെടുത്ത് സൂവിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം കണ്ട് സൂ നല്ലതുപോലെ കരയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞ് സൂയും അവളുടെ മുത്തശ്ശിയും നല്ലതുപോലെ തന്നെ ജീവിക്കുന്നു. ലീ ആണെങ്കിൽ ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. അവൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. അങ്ങനെ അവസാനം സൂവിന്റെ ആ ഒരു ഡാൻസിങ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ആ ദിവസം വരുന്നു. അങ്ങനെ സൂ തന്റെ സ്കൂളിൽ നിന്നിട്ട് അവൾ പ്രാക്ടീസ് ചെയ്ത ആ ഒരു ഡാൻസ് അത് നല്ലതുപോലെ തന്നെ കളിക്കുന്നുണ്ട്. അത് കണ്ട ആ ഒരു മുത്തശ്ശിയും എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. അതേസമയം ഇവിടെ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ അവൾ കളിച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അത് ഷിൻ ഇപ്പോൾ നമ്മുടെ ലീക്കിട്ട് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ആ ശബ്ദം കേൾക്കുമ്പോഴെങ്കിലും അവന് മാറ്റം വരാനും അവ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവനൊരു മാറ്റം തോന്നുന്നില്ല. ഷിന്നും പതിയെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ലീയുടെ കൈ അനങ്ങുന്നുണ്ട്. അതിലൂടെ തന്നെ മനസ്സിലായി ലീ എന്തായാലും പഴയതുപോലെ തന്നെ തിരിച്ചു വരുമെന്ന്. അതോടെ മൈ ഡോട്ടർ ഈസ് എ സോംബി എന്ന് പറഞ്ഞ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.